ബോയ്സ് ഇതിന്റെ അബാൻഡൻ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. ഞാൻ റാൻഡം സബ്സ്ക്രൈബർ റാൻഡം സ്ഥലത്ത് കൊണ്ടുപോയിടും. അവർ അവിടെ നിന്ന് ഒരു സ്പെസിഫിക് ലൊക്കേഷനിലോട്ട് ആദ്യ വാരത്തിൽ നിന്ന് അവർക്ക് 10,000 രൂപ കിട്ടാൻ പോവുകയാണ്. റൂൾസ് ഒക്കെ സിമ്പിൾ ആണ്. 2 കണ്ടസ്റ്റൻസ് കാണും, അത് 2 ടീമിലായിട്ട് ഡിവൈഡ് ചെയ്യും. നേരത്തെ എൻ്റെ അനിയനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അനിയൻ ഇല്ലാത്തതുകൊണ്ട് അനിയന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മുടെ മാനേജർ ആയിരിക്കും രണ്ടാമത്തെ ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും സബ്സ്ക്രൈബേഴ്സിനെ വിളിക്കാം ഫ്രെയിമിലോട്ട്. സബ്സ്ക്രൈബേഴ്സും മാനേജറും എല്ലാവരും വരും പ്ലീസ്. അപ്പോൾ ഈ 2 സബ്സ്ക്രൈബറാണ്. ഇവരെ ഏതെങ്കിലും ഒരു റാൻഡം ലൊക്കേഷൻ, എനിക്ക് പോലും സ്ഥലം അറിയത്തില്ല, ഇവരുടെ കൂടെ ഞാനും ഇവിടെ ആദ്യമായിട്ട് പോകുന്നതായിരിക്കും. കുറച്ച് റൂൾസ് ഒക്കെ ഉള്ളൂ, അത് ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനത്തെ റൂൾസ് ഒക്കെ ഉള്ളൂ. അല്ല വേറെ ഒന്നും, അത് ഇവിടെ അവിടെ എത്തുമ്പോൾ അവർ പറയും. എന്തായാലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ടീമിൽ വരാം, എൻ്റെ കൂടി വരാം അല്ലെങ്കിൽ മാനേജറിൻ്റെ കൂടി വരാം, അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകും. എന്തായാലും നമ്മൾ ജയിക്കും. എന്തായാലും ബോയ്സ് ഇവരെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ഞാൻ നേരെ കൊണ്ടുപോകുന്നതാണ്. ഞാനല്ല, എനിക്ക് ലൊക്കേഷൻ അറിയത്തില്ല കേട്ടാ. ഈ ഡ്രൈവർ കൊണ്ടുപോയിട്ട് ഞങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുവിടും, ഇവരെവിടെയെങ്കിലും കൊണ്ടുവിടും. എനിക്ക് സത്യം പറഞ്ഞാൽ വഴി അറിയത്തില്ല. ഈ ചേട്ടൻ പോലും വഴി ഇറക്കി വെച്ച് കയറി പോയില്ലേ, അങ്ങനെയൊക്കെയല്ല വഴി അറിയാമോ? തോക്കാനല്ലേ കഴിഞ്ഞ പ്രാവശ്യം അവനോട് തോറ്റി, ഈ പ്രാവശ്യം എന്നോട് തോക്കണം. തോറ്റെന്ന് പറഞ്ഞ തോക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ഞാൻ. ഇപ്രാവശ്യം ജയിക്കുകയാണ്. ഞാൻ തോറ്റു പോയായിരുന്നു. ആ കണ്ട പയ്യൻ റേസറാ, പറയടാ തിരിച്ച്. നാഷണൽ റേസർ. ഞങ്ങള് തോൽവിയിൽ നിന്ന് ജയത്തിലോട്ട് വരുന്ന നാഷണൽ റേസർ എത്തിയിട്ടില്ല, അത്രയുള്ള വോയിസ്. അപ്പൊ ഇത് കെട്ടിക്കഴിഞ്ഞ് നമ്മളെ ആൾക്കാർ കൊണ്ട് വിടുന്നതാണ്. ഇത് നല്ല ഇരുട്ടാ കേട്ടാ, ഇതൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മൾ ആരെ കൊണ്ടുപോകുന്നത്? ഡ്രൈവർ ഒന്ന് വണ്ടിക്കകത്തോട്ട് കയറ്റിയൊക്കെ ഇരുട്ട് വീട്. എനിക്ക് പാർട്ട്ണർ കൂടില്ലേ? പാർട്ട്ണർ, എന്റെ പാർട്ട്ണർ എവിടെയായിട്ടാ പോകുന്നത്? കാറെത്തിയില്ല ഇവരായിട്ട്. വണ്ടി എത്തിയാ? കേറിക്കോ. അവിടെയാ? ഇവിടെയാ? എവിടെയാ പോകുന്നതാ? ഞാൻ ഇത്ര നല്ലതായിട്ട് വെച്ചിരിക്കുന്നോണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങോട്ടാ പോകുന്നത്. എങ്ങോട്ടാണ് കൊണ്ടുപോടാ? ഇവിടെ കൊണ്ടുപോടാ നീയൊക്കെ. ഇപ്പൊ ഏകദേശം ഒരു വഴിയൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ഞാൻ ട്രേസ് ബാക്ക് ചെയ്ത് തിരിച്ച് നമുക്ക് ലൊക്കേഷനിൽ എത്താം. ഞാൻ കണ്ടു പറഞ്ഞിട്ടില്ല. അയ്യോ വണ്ടി വളയുന്ന മനസ്സിലാവല്ലേ? അത് കൊള്ളാം, അത് നല്ല ഐഡിയ ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, പക്ഷെ റിസ്ക് എടുക്കണ്ടല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ലെഫ്റ്റിലോട്ട് വളയുന്ന ഫീൽ ചെയ്യുന്നൊക്കെ ഞാൻ എണ്ണാം. എന്നിട്ട് കുറച്ച് കുത്തിട്ടായിരിക്കും ട്രൈ ചെയ്യാ. റൈറ്റ് മാത്രമേ ഉള്ള. ചേട്ടാ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? സ്ഥലം വല്ലതും ഒന്ന് പറഞ്ഞു, എങ്ങോട്ടാ കൊണ്ടുപോകുന്ന പറ. പബ്ബ് പിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പബ്ബിൽ. അപ്പൊ ടാസ്ക് ഉണ്ട്. ടാസ്ക് തന്നെടാ നമുക്കപ്പോ. ഡ്രൈവർ ചേട്ടാ എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോണ? പറ, എവിടെയാണെങ്കിലും പറ, സ്ഥലം പറ. ഒന്നും കാണാൻ പറ്റില്ല. എന്ത് എൻജോയ്? ഒന്നും കാണുന്നില്ല. ഞാനിത് റാൻഡം ആയിട്ട് ഇവർക്ക് ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ പറഞ്ഞോണ്ട് എനിക്ക് പോലും അറിയത്തില്ല. ആ ഒരു വിത്ത് അബാൻഡൻ സ്ഥലമായിരിക്കും. അവിടെ നിന്നൊക്കെ വല്ല ആൾത്താമസമുള്ള സ്ഥലത്ത് കിട്ടിയാൽ മതി. അല്ല എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു ബ്രോയ്ക്ക് അറിയാതിരിക്കുന്നത്. എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ ഇവന്മാർക്ക് ഞാൻ ടാസ്ക് പോലും ഞാൻ എന്താണ് എൻവലപ്പ് ഇട്ടത്. എൻവലപ്പ് ഇവന്മാരൊക്കെ തന്നെ എഴുതിയിട്ടിരിക്കുന്നത്. എടാ വണ്ടി പോയി. വണ്ടി നമ്മൾ എത്തിയെന്ന് തോന്നുന്നു കേട്ടാ. എത്തിയാ? എവിടെയാടാ കൊണ്ടുവന്നിരിക്കുന്നത്? എത്ര നടപ്പിച്ചിടം വരെ? അയ്യോ അവൻ പോയാ? മുമ്പിലോട്ട് എനിക്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാറ്റടിക്കുന്നതായിട്ട് എനിക്ക് അതാ ഫീൽ ആവുന്ന. എനിക്കും തോന്നുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും. ആനയാ പുലിയെ വല്ല കാണാന്നുള്ള പേടി മാത്രമല്ല, എവിടെ കൊണ്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് അതൊരു വിഷയമല്ലേ. എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ജയിച്ചിരിക്കും. അർജുനെ തോപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അത്രേ ഉള്ളൂ. ഊരാൻ പറ്റും? ഊരാൻ പറ്റും. ഇപ്പൊ വിട്ടല്ലേ ഊരാനൊക്കെ പറ്റും. എത്തിക്കാണ്. തുറക്കുവാണ് ഞാൻ. ഞാനിപ്പോൾ എന്താ ഉദ്ദേശിച്ചത് അറിയാം. ഞാനിപ്പോൾ ഈ ഡയലോഗ് എനിക്ക് പൊക്കത്തോടെ കയറ്റിക്കൊണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ ഡയലോഗ് ഇറക്കി ഞങ്ങൾ മുമ്പിലോട്ട് നടന്നിരുന്നെങ്കിൽ ഞാൻ ഉരുണ്ടുരുണ്ട് കളിച്ചു മുമ്പിലോട്ട്. എനിക്ക് പൊക്കത്തെന്ന് വെച്ചാൽ ഇത് എവിടെയാ? പാറപ്പൊക്കത്താണ്. ഇത് ഒടുക്കത്തെ പൊക്കത്തായപ്പോൾ മല മാത്രമേ മുമ്പിലോട്ട്. നിങ്ങൾക്ക് കണ്ണിന് കുഴപ്പമില്ല? എനിക്ക് കണ്ണിന് തുറന്നപ്പോൾ നല്ല വെളിച്ചു പിടിക്കുന്നു. അയ്യോ അത് ഡാമല്ലേ? രാമുലിക്ക് അവിടെ സൂം ചെയ്ത് ഡാമൊക്കെ കാണാം നീ അവിടെ. ചേട്ടാ മോനെ വൈബ് നല്ല സെക്ലൂഡ് എന്ന് പറഞ്ഞപ്പോൾ നല്ല പാറപ്പൊക്കത്തോണ്ട് വിട്ട്. ഇതിപ്പോ ഇവിടെ നീ ഇറങ്ങാൻ നല്ല സമയം എടുക്കില്ല. അവന്മാർ ടാസ്ക് ചെയ്ത് എവിടെ എത്തിക്കാളും. ഇതാണ് ടാസ്ക് അല്ലേ? ഇത് കുറെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, ഫോണില്. ഓ ഇത് റൂൾസ് ആണ് ഇതിന്റെ അകത്ത്. എന്നാ വായിച്ചേ നീ.
ബോയ്സ് അപ്പോൾ റൂൾസ് ഒന്ന് വായിച്ചേക്കാം. യൂസ് അറ്റ്ലീസ്റ്റ് 5 ഡിഫറെന്റ് വെഹിക്കിൾസ്. അപ്പോൾ 5 ഡിഫറെന്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. യു കാണ്ട് യൂസ് യുവർ ഫോൺ. യു കാൺ ട്രാവൽ ഇൻ 1 വെഹിക്കിൾ മോർ ദാൻ 1 അവർ. ഒരു വണ്ടിക്കകത്ത് 1 മണിക്കൂറിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് മീൻസ് 1 മണിക്കൂർ കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 മണിക്കൂർ ആയി കഴിഞ്ഞാൽ ഇറങ്ങേണ്ടി വരും. യു കാൺ ടെൽ പീപ്പിൾ ഇറ്റ്സ് എ ചാലഞ്ച് ടു കംപ്ലീറ്റ് ദ ടാസ്ക്. ഓക്കെ, അത്രേ അത്രേ ഉള്ളൂ റൂള്. അത്രേ ഉള്ളൂ. ഇത് സിമ്പിൾ, ഇത് നമ്മൾ അടിപൊളിയായിട്ട് എടുക്കും. പോയാലോ, കാരണം അവരെന്തായാലും അവരെയൊന്നും ഇവിടെ കൊണ്ടുപോയിട്ട് ടാസ്കും ഇല്ലേ? അല്ല ടാസ്കില്ലേ, എനിക്ക് ഈ പറപ്പൊക്കെ താഴ്ത്തി ഇറങ്ങട്ടെ, അതിന്റെ തന്നാൽ മതി. ക്യാമറേന്റെ കൊണ്ടെന്ന് എനിക്ക് അറിയാം. ഇല്ലേ? അത് ഇരിക്കുന്നതായിട്ട് അറിയാം. ഇത് വീട് അറ്റത്ത് താഴെയാണോ? വീട് അവിടെ ഒരു വീട് താഴത്ത്. ഇവിടെ ഒറ്റയടിക്ക് വെയിലടിക്കുമെന്ന് ഇങ്ങോട്ടാണ് വഴി അറിയാതെ. അല്ല, എനിക്കറിയത്തില്ല. കൊണ്ടുവന്ന ആൾക്കാർ നമ്മുടെ ക്യാമറ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ട്രെയിനർ അവനെ കാണുന്നവരില്ല. ഇങ്ങോട്ട് നടക്കേണ്ടി വരും കേട്ടോ. എന്നാലും താഴത്ത് ഇറങ്ങിയിട്ട് എനിക്ക് ടാസ്ക് ഇവിടെ നിന്ന് ടാസ്ക് ചെയ്യാൻ താല്പര്യമില്ല. അല്ല, ഇത് എങ്ങോട്ടാ പോകുന്ന അറിയോ വഴി? ഉരുണ്ടിരിക്കുമല്ലേ, ഏതെങ്കിലും ഒരു മൂലയ്ക്കാണ് താഴത്തോട്ട് പോകുന്ന വഴി. അത്രേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കാതെ വഴിയും പുഴയൊന്നും അറിയാതെ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്. കോമ്പസ് കൊള്ളാം. ഇതെങ്ങനെ ഉപയോഗിക്കണം? ഇങ്ങനെ തിരിഞ്ഞാൽ അങ്ങനെ ആകും. നമുക്കിതൊക്കെ നോക്കണം. ഇത് നോക്കി അങ്ങോട്ട് വിടാം. ഫൈനൽ ഡെസ്റ്റിനേഷൻ തൂക്കുപാലം പേരൂർ. തൂക്കുപാലം പേരൂരിൽ എത്തണം നമ്മൾ. ഫൈനൽ ഡെസ്റ്റിനേഷൻ അങ്ങനെ. ചെലവിനുള്ള 2000 രൂപയെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ 2000 രൂപ ചെലവില്ല. 2000 രൂപയിൽ നിങ്ങൾ മൊത്തം നോക്കണം. അതാണ് നിങ്ങളുടെ ടാസ്ക്. ആണ് കോമ്പസ്. ഇത് നോക്കി നമ്മൾ തൂക്കുപാലം പേരൂരിൽ എത്തണം അല്ലേ? നമുക്ക് ചെയ്യാം. അവരെ പൊട്ടിക്കണം. പിന്നെ നമ്മൾ എന്തായാലും തോപ്പിക്കും. അവിടെ കൂടി ഇപ്പൊ വന്ന വഴി ഇതെല്ലാം തോന്നുന്നു കേട്ടാ. ഇത്ര ഈ പാളം കയറിയല്ലല്ലോ വന്നത്. എനിക്ക് കുറെ സ്റ്റെപ്പ് കയറി എനിക്ക് ഓർമ്മയുണ്ട്. സ്റ്റെപ്പ് എടാ, ഇതാണ് നമ്മുടെ ടാസ്ക്. മൊത്തത്തിൽ 7 ടാസ്ക് ഉണ്ട്. 7 ടാസ്ക് 5 എണ്ണം നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. 5 എണ്ണം മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതെ, ഞാൻ ഓരോന്നോരോന്നിട്ട് വായിക്കാം. ഒന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് 1 ഓഫ് യുവർ ഡ്രസ് വിത്ത് എ സ്ട്രേഞ്ചർ. എക്സ്ചേഞ്ച് ചെയ്യണം ഒരു ഡ്രസ്. ആരെങ്കിലും ഒരാളുടെ. ടേക്ക് സമ്മൺ ഹംഗ്രി ടു എ റെസ്റ്റോറന്റ് ആയി ബൈ ദം ഫുഡ്. വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണം. റെസ്റ്റോറന്റിൽ കൊണ്ട് അതൊക്കെ ചെയ്യാം. ഈസി അല്ലേ? ടേക്ക് എ സെൽഫി വിത്ത് 5 സ്ട്രേഞ്ചേഴ്സ് യൂസിങ് ദെയർ ഫോൺ. അവരുടെ ഫോൺ ഉപയോഗിച്ച് നമ്മൾ 5 ഡിഫറെന്റ് ആൾക്കാരുമായിട്ട് വേണം എടുക്കാൻ. അത് സെറ്റ് ആക്കാം. ഈറ്റ് 1 ഹോൾ ചിക്കൻ ബൈ 1 പേഴ്സൺ. ഒരു ഫുൾ ചിക്കൻ. അത് നീ കഴിക്കണം. നിനക്ക് നീ കഴിക്കണം. ഫുൾ ചിക്കൻ കഴിക്കണം. പിന്നെ ഹിറ്റ് ക്രോസ് ബാർ. ക്രോസ് ബാർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്രോസ് ബാർ എന്ന് പറഞ്ഞാൽ മറ്റേ ഗോൾ പോസ്റ്റിന്റെ പൊക്കത്ത് മറ്റേ ബോൾ വെച്ചിട്ട് ഇങ്ങനെ കൊള്ളിക്കുക. ഗോൾ പോസ്റ്റ് അപ്പൊ ഈ കാട്ടിനകത്ത് ആരാണ് ആ ഗോൾ പോസ്റ്റ് വെച്ചിരിക്കുന്നത്? അതാണ്. പിന്നെ അടുത്ത ടാസ്ക് ആസ്ക് എ ഗേൾ ടു റേറ്റ് യു ഔട്ട് ഓഫ് 10. ഇഫ് ഇറ്റ്സ് അബോവ് 8 യു ക്യാൻ ഓപ്പൺ ദ എൻവലപ്പ്. ഏതെങ്കിലും ഒരു പെണ്ണിനോട് റേറ്റ് ചെയ്യാൻ പറയണം 10. ഞാൻ ഈ ബാഗ് ഇട്ട് റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവൾ എന്നെ ആട്ടു. അതുകൊണ്ട് നീ റേറ്റ് ചെയ്യണം. ഓക്കെ. ഹഗ് സമ്മൺ ഫോർ 5 minutes വിത്തൗട്ട് സ്പീക്കിംഗ്. കെട്ടിപ്പിടിക്കുന്ന ഹഗ് സമ്മൺ ഫോർ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആണോ? എന്നെ കണ്ടാലേ കെട്ടിപ്പിടിക്കുന്ന ഒരു ലുക്ക് ആണെന്നുണ്ട്. ഞാൻ നോക്കട്ടെ. ടാസ്ക് അല്ലേ? ഓക്കെ, അത്ര ഉള്ള 7 എണ്ണമായി. ഇതിൽ 5 എണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ഈ മല ഇറങ്ങിയിട്ട് തീരുന്നില്ല കേട്ടാ. ഉന്മേഷന്റെ കുറഞ്ഞ് ഇറങ്ങി. അതല്ല, എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മൾ ഇത്രയും കയറിയെന്ന്. എന്റെ ഡൗട്ട് അതാ, നമ്മൾ ഇതുവഴി തന്നെയാണോ വന്നത്? അത് കുറെ ഡൗട്ടാ എന്റെ. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഒരു ടാസ്ക് സെലക്ട് ചെയ്യണം. ഏതാ സെലക്ട് ചെയ്യുന്നത്? നീ പറ, ഏതാ വേണ്ടത് നിനക്ക്? ഏറ്റവും നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ടാസ്ക് നോക്കിയിട്ട് നമുക്ക് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. ടേക്ക് എ സെൽഫി. ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. പിന്നെ എങ്ങനെ ചെയ്യാനാ? സെൽഫി വേണ്ടേ? പിന്നേതാ? നീ നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ നോക്ക്. ഒരു പെണ്ണിനെ കിട്ടുമായിരുന്നെങ്കിൽ റേറ്റ് ചെയ്യിപ്പിക്കാം. അടി മേടിക്കാനുള്ള സാധനമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടുത്തമെങ്കിലും കിട്ടുമായിരുന്നു. ആള് പോലും ഇല്ല. എന്താ ചെയ്യാൻ? ഇവിടെ ആള് വനക്കും ഇല്ലാത്തടത്ത് എന്ത് ചെയ്യാനാ? എക്സ്ചേഞ്ച് 1 ഓഫ് യുവർ ഡ്രസ് വിത്ത് എ സ്ട്രേഞ്ചർ. എടാ, ഇത് മൊത്തം ആൾക്കാരെ കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയാം. നമുക്ക് ആദ്യം ആളുള്ള സ്ഥലത്തോട്ട് പോവാം. കണ്ടുപിടിക്കാം. അത് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോണ അതാ അങ്ങോട്ട് പോണ? നോക്കട്ടെ. കോമ്പസ് കുലുക്കി നോക്കട്ടെ. തെളിയല്ലേ? വഴി തെളിയല്ലേ? നിനക്ക് വഴി നോക്കാൻ അറിയാവോ? കുലിക്കടാ അതിലോട്ട്. അങ്ങോട്ടാണ് കാണിക്കണേ. അങ്ങോട്ട് പോവാം. ഇത് ഇങ്ങോട്ട് പൊക്കത്തോട്ടൊക്കെ കാണിക്കുന്നത്. പൊക്കത്തോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ഇപ്പൊ ഇറങ്ങി വന്നത്. അപ്പൊ ഏതായാലും അങ്ങോട്ട് പോവാം. ഓക്കെ. ഫസ്റ്റ് ടാസ്ക് പോലും വായിച്ചിട്ടില്ല. മല ഇറങ്ങും ഇപ്പഴും. അവര് ടാസ്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അവര് തുടങ്ങി കാണുമല്ലേ? ഷൂലേസ് തുറന്നു വന്ന് കെട്ടിയില്ലെങ്കിൽ ഞാൻ ഉരുണ്ട് താഴെ കിടക്കും. മാനിന്റെ മയിലിന്റെ ഒക്കെ ശബ്ദം കേൾക്കാം. അത്ര സത്യം കേട്ടാ. ഉരുവിയൊക്കെ കാരണം ടാസ്ക് ചെയ്യാൻ അല്ലാതെ വരികയാണെങ്കിൽ നല്ല സ്ഥലമാണ്. അല്ലാതെ വൈബ് പിടിച്ച് വരുവാണെങ്കിൽ നൈസ് പ്ലേസ്. കിടിലൻ സ്ഥലം. പക്ഷെ ടാസ്ക് ഒക്കെ തീർക്കണം. അങ്ങോട്ട് തന്നെ നോക്കിയേ. ഈ ടാസ്ക് ഒക്കെ തീർത്ത് എന്ന് ഈ മല ഇറങ്ങാനേ. സത്യം. അത് ആൾക്കാരെ കണ്ടുപിടിക്കും. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. നോക്കിയേ, അങ്ങോട്ടൊന്നും നോക്കിയാ അവിടെ മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. ഇങ്ങോട്ട് മൃഗങ്ങളുടെ ടാസ്ക് ഉണ്ടായിരുന്നെങ്കിൽ വല്ല പട്ടിയെ പിടിച്ച് ചെയ്യിപ്പിക്കാനും. പേരൂർ തൂക്കുപാലം അറിയാമോ? എവിടെയാ? മെയിൻ റോഡിൽ ചെന്നിട്ടുണ്ടോ? മെയിൻ റോഡ് എങ്ങനെ പോകണം? ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ.
ഇല്ല ട്രൂ ക്വാളിറ്റി ബസ് ഇല്ല ഇല്ലേ അവിടെ ഇത് വേണം മറ്റേ ഓട്ടോ വിളിച്ചു ഓട്ടോ വേണം. അവിടുന്ന് മാട്ടുക്കട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അടുത്തുണ്ട്. ഒരു ഹെൽപ്പ് കൂടെ ചെയ്യാൻ പറ്റുമോ? ബ്രോയുടെ ഫോണിൽ ഞങ്ങൾ രണ്ടുപേരെ വെച്ചൊരു സെൽഫി എടുക്കാം. ഒരു സെൽഫി എടുക്കാം. എൻ്റെ ഫോൺ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? ഡിലീറ്റ് ചെയ്താണ്. വെറുതെ ഒരു ഫണ്ണാണ് വിചാരിച്ചാൽ മതി. സെൽഫി എടുക്കും. ബ്രോയുടെ ഫോണിൽ ഞങ്ങൾ രണ്ടുപേരും വെച്ചിട്ടൊരു ഫണ്ട് അത് നോക്കരുത്, സർപ്രൈസ്. ഒരു സെൽഫി എടുക്കാൻ പറ്റുമോ? ഇല്ലില്ല എന്താ? ശരിയാണ്. ഓക്കെ, താങ്ക് യു. ദൂർ ചേട്ടാ. ചേട്ടാ ഹായ് എടാ ഏത് സ്ഥലം? ഇതേതാ സ്ഥലം? ഇതേതാ സ്ഥലം? ഒറ്റക്കല്ലോ? അതെവിടെയാ വരുന്നേ? ഏത് ഡിസ്ട്രിക്റ്റാ? ഏതാ ചേട്ടനെ ഡിസ്ട്രിക്ട്? കാണാൻ നിനക്ക് അവിടെ ഇരിക്കുന്നത് ചേട്ടൻ. കൊല്ലോ? എൻ്റെ വീട് കൊല്ലത്തിനടുത്താ, ആലപ്പുഴ മീൻസ് ബോർഡറാ. ഞാൻ കണ്ടിട്ടില്ല ഇതേപോലത്തെ ഒരു കൊല്ലം. എനിക്കറിയാവുന്ന കൊല്ലമല്ലല്ലേ ഇത്. മല വളരെ കുറെ അതുകൊണ്ട് അത് നമുക്ക് എത്ര വലിയ മലയാന്ന് ഇത്ര മലയുടെ ഒരു മല ഇറങ്ങിയിട്ട് തീരുന്നില്ല. ഏതെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ ചെയ്യായിരുന്നു. ഇനിയിപ്പോ അങ്ങ് 2 കിലോമീറ്റർ നടന്ന ഇപ്പൊ എത്താൻ. ഇവിടെ അങ്ങ് ഒരു മനുഷ്യൻ പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം കിട്ടി. ഏതാ ഇവിടെ ഒരു സാധനമുണ്ട്. ഏതാ? ഹഗ് സമ്മൺ ഫോർ 5 minutes വിത്തൗട്ട് സ്പീക്കിംഗ്. സംസാരിക്കാതെ 5 മിനിറ്റ് ഹഗ് ചെയ്യണം. സമ്മൺ സ്ട്രേഞ്ചർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നല്ല അപ്പം സമ്മൺ എനിക്ക് വേണം നിന്നെ ചെയ്യാം. സമ്മൺ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് വേണം നിന്നെ ഹഗ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേണം നമ്മുടെ ക്യാമറമാനെ ഹഗ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അപ്പൊ ആ ടാസ്ക് കറക്റ്റ് അല്ലേ? ഇത് ഹഗ് സമ്മൺ ഫോർ 5 minutes എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് വേറെ പ്രശ്നമൊന്നും വിത്തൗട്ട് സ്പീക്കിംഗ്. മിണ്ടാതെ 5 മിനിറ്റ് കെട്ടിപ്പിടിച്ചിരിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്തേക്കാം. 5 മിനിറ്റ് താഴെ മിണ്ടരുതാ പറഞ്ഞത്. സോറി. ആ വഴിയെത്തിന്ന് തോന്നുന്നു. ടാസ്ക് ചെയ്യണമല്ലേ? ഇത് ടാസ്ക് കൂട്ടത്തില്ല. ഈ ടാസ്ക് കൂട്ടത്തില്ല. ഇതിനൊരു പോയിന്റും ഇല്ല. ഇത് ടാസ്ക് കൂട്ടത്തില്ലല്ലേ? കൊള്ള. അപ്പൊ ഇത്ര മലയുടെ മണ്ട കയറി എന്തിനാ? അത് നിഗൂഢതയ്ക്ക് എനിക്ക് നിഗൂഢതൊക്കെയാ. റോഡിലെത്തി കേട്ടാ. നിഗൂഢത കയറി റൂമിൽ പൂട്ടിയിട്ടാ മതിയായിരുന്നു. മല ഇറക്കി എന്നാ ടാസ്ക് വേഗം സമയമില്ല. അവൻ പാഞ്ഞു പോകാനുള്ള അവന് വഴി അറിയായിരിക്കും. ഇത് കൊറേ ഉണ്ടല്ലോ ടാസ്ക്. ഇത്രയും ടാസ്ക് മൊത്തം ചെയ്ത് തീർക്കണം. എത്ര ചെയ്യേണ്ടത്? 5 അപ്പൊ ഇതിനകത്ത് എത്ര ഉണ്ട്? ഇത് 7 വണ്ടിയൊക്കെ ഓട്ടോക്ക് വരുന്ന സ്ഥലമാണല്ലേ? കൊള്ളാം. ഇതെന്താ സാധനം? ഇതെന്തിനാ? ഇത് വടക്ക് നോക്കി യന്ത്രമാണ്. അല്ല അത് മനസ്സിലായി. ഇതെങ്ങനെ ഗൂഗിള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മള് വടക്കറിയാമെങ്കിൽ പോവാം. എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എനിക്ക് നോർത്തിൽ പോവാം. അല്ലാതെ വേറെ പോകാൻ പറ്റത്തില്ല. നോർത്ത് എന്തായാലും അതാ നോർത്ത്. കൊള്ളാം. മല കയറണമെന്നാണോ പറയുന്നത്? അതാണ് തോന്നുന്നത്. അത് ഈ ടാസ്കിനകത്തിലുണ്ട്. മല കയറാൻ അറിയത്തില്ല. നോക്കാൻ ദേണ്ടിരിക്കുന്നത്. ഇത് എത്ര ഉണ്ട് മൊത്തം? ഇത് ഞാൻ നോക്കാം. 2000. ഈ 2000 രൂപയ്ക്ക് നമ്മൾ ചേട്ടൻ പറഞ്ഞ എത്ര? 100 കിലോമീറ്ററാ? ലൊക്കേഷൻ എവിടെയാ പോകേണ്ടത്? ആ പറഞ്ഞില്ലേ എനിക്ക്? അത് മെസ്സേജ് ഇട്ടായിരുന്നു. ലൊക്കേഷൻ ഏതായിരുന്നു? ഫോണിലുണ്ടായിരുന്നു. ഫൈനൽ ഡെസ്റ്റിനേഷൻ തൂക്കുപാലം, പെരൂർ, കോട്ടയം. കോട്ടയോ? കോട്ടയം. കൊള്ളാം. നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡർ അല്ലേ? ഇവിടെ നിന്ന് ഏകദേശം ആലപ്പുഴ പോകുന്ന സെയിം ഡിസ്റ്റൻസ് കാണും. എത്ര? 100 കിലോമീറ്റർ തന്നെ ഉണ്ടോ? അത് അതിൽ കൂടുതൽ കാണത്തില്ല. കാണുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഈ 2000 രൂപയ്ക്ക് നടക്കും? നീ ഡൗട്ട് അടിപ്പിക്കാതെ. നമുക്ക് ആദ്യം ടാസ്ക് ഇതിനകത്ത് 5 എണ്ണം ചെയ്താൽ ഒരെണ്ണം എടുക്കാം. ഇതിന്റെ പൊക്കത്തെ ടാസ്ക് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ ചെയ്യണം. അല്ല ചെയ്യേണ്ടെന്നൊരു ഓപ്ഷൻ? ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് പൊക്കത്തെ വേണം നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, അകത്ത് ഓപ്ഷൻ ഇല്ല. ഇത് പണിയാണോ അതോ പണിയാണോ അറിയത്തില്ല. എനിക്ക് മോസ്റ്റ്ലി ഇപ്രാവശ്യം മിക്സ് ആണെന്ന് തോന്നുന്നു. ആദ്യം ഞാൻ എല്ലാ ടാസ്കും വായിച്ചേക്കാം. ഹഗ് സമ്മൺ ഫോർ 5 minutes വിത്തൗട്ട് സ്പീക്കിംഗ്. ഹഗ്ഗാ? ഗേൾ ഓർ ബോയ്? ആരെങ്കിലും 5 മിനിറ്റ് കെട്ടിപ്പിടിക്കണം. അത്ര വിളാക്ക നടക്കും. 5 മിനിറ്റ്? 5 മിനിറ്റ് ഒന്നും പറയാൻ പറ്റില്ല അവർക്ക്. ചെക്കനോ പെണ്ണോ ആരായാലും കുഴപ്പമില്ലല്ലോ. പെണ്ണുങ്ങളെ പിടിക്കാൻ എനിക്ക് അറിയത്തില്ല. പെൺപിള്ളേരെ പിടിച്ച വേറെ കേസാ. നമുക്ക് അടുത്ത ആസ്ക് എ ഗേൾ ടു റേറ്റ് യു ഔട്ട് ഓഫ് 10. ഇഫ് ഇറ്റ്സ് അബവ് 8 ഓപ്പൺ ദ എൻവലപ്പ്. അത് താഴെയാണെങ്കിലോ? ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഒരു പെണ്ണിന്റെ റേറ്റ് ചെയ്യാൻ ചോദിക്കണം. സ്വന്തം എന്റെ റേറ്റ് എന്താണെന്ന് ചോദിക്കും. അപ്പം റേറ്റ് എന്ന് വെച്ചാൽ മറ്റേ അപ്പോൾ 8ന്റെ പൊക്കത്താണെങ്കിൽ നിങ്ങൾക്ക് തുറക്കാം. ടേക്ക് സംവൺ ഹംഗ്രി ടു എ റെസ്റ്റോറന്റ് ആൻഡ് ബൈ ദം ഫുഡ്. ഓക്കെ, പോസിബിൾ. ഓക്കെ. ടേക്ക് എ സെൽഫി വിത്ത് 5 strangers യൂസിങ് their phone. their ഫോണാ? നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഫോൺ ഉപയോഗിച്ച് 5 സെൽഫി. ഹിറ്റ് എ ക്രോസ് ബാർ. എവിടെയെങ്കിലും ഫുട്ബോൾ കോർട്ട് മറ്റേ ടർഫ് പോലെ നോക്കേണ്ടി വരും. അത് കുഴപ്പമില്ല, നടക്കും. ക്രോസ് ബാർ ഒക്കെ അടിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഒന്ന് ബാക്കപ്പിൽ വെക്കാം. മീൻസ് നമ്മൾ പോകുന്ന വഴിക്ക് കാണുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. എക്സ്ചേഞ്ച് വൺ ഓഫ് യുവർ ഡ്രസ് വിത്ത് എ സ്ട്രേഞ്ചർ. ഒരാൾ ചെയ്യണം. ബ്രോയുടെ ഷർട്ട് ഊരി കൊടുത്താൽ മതി. ഞാൻ ഈടൊക്കെ മേടിച്ചതാടാ. ഇതെപ്പോഴാണ് മേടിച്ചത്? ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നത്. ഫസ്റ്റ് ടൈം ആണ്. നമുക്ക് ലാസ്റ്റ് ടൈം ആക്കാം അല്ലേ? ശരി, നോക്കാം നമുക്ക്. പാൻറ് വീഴാണ്ടല്ലോ. ഈറ്റ് 1 whole chicken by 1 person. ഒരു ചിക്കൻ ഫുള്ളും കഴിക്കണമെന്ന്. 600 രൂപയെങ്കിലും ആവും. അല്ല, ഈ 2000 രൂപ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് അത്രയും ദൂരം പോവുകയും ചെയ്യണം. എന്നിട്ട് 600 രൂപ ചിക്കൻ. ഞാൻ ചിക്കൻ കഴിച്ചു നിർത്തേണ്ട. നമുക്ക് വാ. ഇതൊക്കെ എന്ത് ടാസ്ക്? അപ്പൊ നമുക്ക് ഈ ടാസ്കിന്റെ എൻവലപ്പ് തുറന്നു ഓപ്പൺ ചെയ്തോ? പണിയാണോ കേണിയാണോ? അങ്ങോട്ട് വായിക്കാം.
ഏയ് you can open an envelope without doing task. Yes. യെസ് ഓഫ് കോഴ്സ്. Of course. ഇത് നോക്കിക്കോ. You can open an envelope without doing task. ടാസ്ക് ചെയ്യാതെ ഒരു envelope ഓപ്പൺ ചെയ്യാവുന്നതാണ്. യെസ്. അപ്പം നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് നല്ല കിടിലൻ സാധനം കേട്ടോ. കിടിലൻ സാധനം. ഐഡിയ പ്രവർത്തിച്ചാണെങ്കിലും കറക്റ്റ് സാധനം കിട്ടിയ നമ്മൾ ബ്രെയിൻ അതാണ്. പുള്ളിനടിക്കാൻ സെൽഫി വെച്ചാലോ, അതാകുമ്പോൾ ഫസ്റ്റ് ടാസ്കും കഴിയില്ല. ഫോൺ മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ സെൽഫി എടുത്ത് അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെയാ? അങ്ങനെയാണ്. ആ. ഫോണൊന്ന് തരുമോ ഒരു സെൽഫി എടുക്കാൻ? തരുമോ? താങ്ക്സ് ബ്രോ, താങ്ക്സ്. നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താൽ മതി. നല്ല ഒരാളായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നായകൻ. ഫസ്റ്റ് ടാസ്ക്, ഫസ്റ്റ് സെൽഫി തന്നിരിക്കുന്നു. ഒരുപാട് നന്ദി. നീ എവിടെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കാണാം. നീ നല്ല റേസ് ഓടുന്ന നാഷണൽ അത്ലറ്റ് ആയിട്ടാ. അവൻ കൊടുക്കാത്ത സ്പീഡ് ഓരോ ടാസ്ക് ഷട ചെയ്യുന്നു തോന്നുന്നു. ഇല്ല അങ്ങനൊന്നുമില്ല. നീ പെട്ടെന്ന് ഓടി തീർക്കാൻ നോക്കാമല്ലോ. അല്ലല്ല, നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. നമ്മുടെ ഫ്രണ്ടിൽ എന്താണെന്നറിയോ? 10,000 രൂപ. നമുക്ക് മേടിച്ചിട്ട് പോകാം. ഇപ്പോൾ ഉള്ളൊരു 4 എണ്ണം നീ അങ്ങോട്ട് എടുത്തേ. ടേക്ക് എ സെൽഫി വിത്ത് 5 strangers. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഒന്ന് ടേക്ക് someone hungry to a restaurant. അത് നമുക്ക് ചെയ്യാം. അതെന്തായാലും ഉറപ്പായിട്ടും ചെയ്യാം. ആസ്ക് എ ഗേൾ ടു റേറ്റ്. റേറ്റ് അത് നമുക്ക് റേറ്റ് ചെയ്യാം. അത് ചെയ്ത് നോക്കാം. ഓക്കെ, 3. ഇനി ഒരെണ്ണം കൂടെ എടുക്ക്. പിന്നെ ഹിറ്റ് എ ക്രോസ് ബാർ. ഇത് നമ്മൾ എന്തായാലും നമുക്ക് ഹിറ്റ് ക്രോസ് ബാർ നടക്കത്തില്ല. ഈ കാട്ടിൽ എവിടെയാണ് ക്രോസ് പക്ഷെ അത് നമ്മൾ ഓപ്പൺ ചെയ്യാമല്ലോ. തുറക്കാൻ പറ്റും. അല്ലാതെ ഓപ്പൺ ഇത് ചെയ്യാം. അല്ലാതെ തുറക്കാം. അപ്പൊ ഇത് നമുക്ക് അല്ലാതെ തുറക്കാം. പക്ഷെ ഒരു സീനുള്ള എന്നാന്ന് പറഞ്ഞാലേ, എന്റെ ഒരു ഇൻസ്റ്റിങ് പറയുന്നു ഇതെന്തെങ്കിലും കെണിയായിരിക്കും. പക്ഷെ നമുക്ക് ഇത് തുറക്കാം. നമുക്ക് റിസ്ക് എടുക്കാം. നീ അങ്ങോട്ട് തുറക്കങ്ങോട്ട്. എന്താണ് ഇരിക്കുന്ന? യു ക്യാൻ ഗിവ് അതർ ടീം എ ടാസ്ക്. നമുക്ക് ആ ടീമിന് ടാസ്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് നല്ലൊരു ടാസ്ക് കൊടുക്കണം. അത്രേ ഉള്ളൂ. അത് നല്ല ടാസ്ക് കൊടുക്കുന്നതായിരിക്കും. ദൈവം ഞങ്ങളുടെ കൂടെ, ഞങ്ങളെ ജയിച്ചിരിക്കും. നോക്ക്, യു ക്യാൻ ഗിവ് അതർ ടീം എ ടാസ്ക്. നമ്മൾ ടാസ്ക് കൊടുക്കുന്നതായിരിക്കും. നല്ല കിടിലൻ ടാസ്ക്. അത്രേ ഉള്ളൂ. നല്ല കിടിലൻ ഒരു ടാസ്ക് ആലോചിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ ടാസ്ക് കൊടുക്കുന്നതായിരിക്കും. അവരെ വിളിക്കാം. വിളിച്ച് ടാസ്ക് ഉപയോഗിച്ച് അവരെ വിളിക്കാമല്ലോ. ഓക്കെ, ഈ ടാസ്ക് കൊടുക്കുന്നതിന് നമുക്ക് ഫോൺ ഉപയോഗിച്ച് വിളിക്കാമല്ലോ. അല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കില്ല. ചേട്ടാ ഫോണും തരുമോ? സെൽഫി എടുത്തിട്ട് അവിടെ തരാം. തിരിച്ചു തരാം. ഓ താങ്ക്സ്. ചേട്ടനുമായിട്ടല്ല, ഒറ്റയ്ക്ക് സെൽഫി എടുത്ത് തരാനാ പറയുന്നത്. നമ്മൾ മാത്രം എടുത്തിട്ട്. ഓ എടുത്തോളാം. ഫോൺ കിട്ടി കേട്ടാ. അടുത്ത കയറുന്ന കേട്ടാ. ബ്രോ 2 എണ്ണം കഴിഞ്ഞ് ഈ ചേട്ടനാണ് നമ്മളെ 2ാമത്തെ സെൽഫി എടുക്കാൻ സഹായിച്ചത്. അവർക്ക് ചോദിക്കാം, നിങ്ങളുടെ ഏറ്റവും ടഫ് ടാസ്ക് ഏതാണെന്ന് ചോദിക്കാം. അതല്ല, അല്ലാതെ നമുക്ക് ടാസ്ക് അവരുടെ എൻവലപ്പിന് അല്ലാതെ പുറത്തുനിന്നുള്ള ടാസ്ക്. എന്ത് ടാസ്ക്? എന്തെങ്കിലും കൊടുക്കാം. എന്തെങ്കിലും. അത് മനസ്സിലായി. ഇപ്പൊ എൻവലത്തിൽ നമ്മളെ ഒഴിവാക്കിയ പോലത്തെ എന്തെങ്കിലും ഒരു സാധനം ഇല്ലേടാ? ഇപ്പൊ ഏറ്റവും ടഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ചിക്കൻ. ഫുൾ ചിക്കൻ. അത് അർജുൻ പഴം പോലെ തിന്നു. നീ ആരുതാ പറയണത്? അവൻ 1.5 ചിക്കനൊക്കെ ആയിരുന്നു തിന്നണത്. ഏതാ വേറെ ഏതാ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു പട്ടീനെ കണ്ടുപിടിക്കണം, പൂച്ചനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുമായിരിക്കും. പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് അവർക്ക് വേണേൽ പൂച്ചനെ പട്ടീനെ കിട്ടും. ഒരു കടുവേനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്തായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ടാസ്ക് ഒന്നും കൊടുക്കാനും പറ്റില്ല. ഫിസിക്കൽ ടാസ്ക് ഒക്കെ അവൻ ചെയ്യും. മറ്റവനും സ്പോർട്സ്മാനെ കണ്ട അവനും ചെയ്യും. 50 പുഷപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പഴം പോലെ അടിക്കും. 100 പുഷപ്പ് ഞാൻ അടിക്കുമെങ്കിൽ 50 അവൻ അടിക്കത്തില്ല. എന്നാ പിന്നെ ഏതാ കൊടുക്കാൻ പറ്റുന്നത്? അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഭയങ്കര ടഫായിട്ടുള്ള ഒരു സാധനം കൊടുക്കാം. എക്സ്ചേഞ്ച് 1 ഓഫ് യുവർ ഡ്രസ് കൊടുത്താലോ? പക്ഷെ സ്ട്രേഞ്ചർ ചെയ്യുമോ അതറിയില്ല. ഈറ്റ് 1 ഹോൾ ചിക്കനും അവർ ചെയ്യും. ആസ്ക് എ ഹോൾ ടേക്ക് എ സെൽഫി വിത്ത് ഒരു മഞ്ഞക്കിളിയെ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? കാട്ടിനകത്ത് ഉണ്ടാവും മഞ്ഞക്കിളി. അത് കൊള്ളാം. ഒരു മഞ്ഞക്കിളി കാട്ടിനകത്താണ്. ഒരു മഞ്ഞക്കിളീനെ കണ്ടുപിടിച്ചിട്ട് ഒരു മഞ്ഞക്കിളീനെ കണ്ടുപിടിച്ചതിന് ശേഷമേ അടുത്ത എൻവലപ്പ് തുറക്കാൻ പറ്റും. ഇത്രയും വലിയ കാടാണ്. ഇതിന്റെ അകത്ത് ഒരു മഞ്ഞക്കിളീൻ എന്തായാലും കിട്ടും. കിട്ടേണ്ടതാണ്. കിട്ടരുത്. അതാണ് നമ്മുടെ. നമുക്ക് ഇച്ചിരി എളുപ്പമായിക്കൊണ്ടാ. കിട്ടേണ്ടതാണ്. നോക്കാം നമുക്ക്. കോട്ടയം പോവാ. കോട്ടയം എങ്ങോട്ടാ പോകുന്നത്? കോട്ടയത്ത് വെള്ളം വഴി അറിയാവോ? അങ്ങോട്ടാണോ പോകണ്ട? അങ്ങോട്ടാണോ വഴി? അപ്പൊ ഇങ്ങോട്ടല്ലേ? ആണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഓട്ടോ കയറിയല്ല. ഈ ഓട്ടോ പോകുന്നുണ്ട്. ചേട്ടാ അങ്ങോട്ട് ആ ഹൈവേ വരെ എത്ര രൂപ? 70 രൂപ. നമ്മള് വേറെ ഏതോ ലൊക്കേഷനിലോട്ട് പോകാറുണ്ട്. ബോർഡറിലോട്ട് പോകണമെന്നു. ഇങ്ങോട്ടാണ് വരേണ്ടത്. വേറെ തെറ്റായ വഴി കൂടെ പോയിട്ടുണ്ട്. ഇപ്പം അതാ എന്തായാലും അത് ചോദിച്ചത് കാര്യമായി അവിടെ. രണ്ട് സെൽഫി ആയി. നമ്മുടെ 2 സെൽഫി കഴിഞ്ഞ് 3 വണ്ടിന് 3 അപ്പൊ ഈ ഒരു വണ്ടി കൂട്ടത്തില്ല. നമ്മൾ വണ്ടി കൂട്ടണം. 4 വണ്ടി. ചേട്ടാ നമുക്ക് ഞങ്ങൾ ഈ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. അപ്പൊ ഇതിങ്ങനെ വെറുതെ നമ്മൾ തമ്മിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമുക്കൊരു ഇത് ഇപ്പൊ അവൻ പറയായിരുന്നു ഞാൻ ഏതെങ്കിലും ഒരു അറിയാത്ത ആളോട് ഒരു സെൽഫി എടുക്കണം. പക്ഷെ അത് അവരുടെ ഫോണിൽ എടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ്റെ ഫോണിൽ ഒരു സെൽഫി എടുത്തോട്ടെ. ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാം. നമ്മളോട് വാ, നമ്മുടെ രണ്ടോളം ഒരു ഫോട്ടോ എടുക്കാം. ചേട്ടൻ നമ്മളോട് ഫോട്ടോ എടുക്കുന്നതായിരിക്കും നമ്മുടെ അടുത്ത ടാസ്കിലുള്ള ആദ്യത്തെ പടി. ഓക്കെ, സെൽഫി നമ്മൾ എടുത്തിരിക്കുന്നു. നല്ല അടിപൊളി ചേട്ടൻ കണ്ട. നമ്മളോട് ഒരു പരിചയം ഇല്ലെങ്കിൽ നമ്മളെ ചേട്ടൻ്റെ ഫോണിൽ സെൽഫി എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ. കോട്ടയത്തേക്കുള്ള ബസ് കിടക്കുന്നു.
അത് നമുക്കൊരു കാര്യം ചെയ്താലോ, കോട്ടയത്ത് ബസ്സിൽ പോകണോ അതോ നമുക്ക് ബസ്സിൽ കയറിയാലോ അതോ നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഫുഡ് കയറി കഴിഞ്ഞാൽ കോട്ടയം കുറേ ദൂരമില്ലേ, 1 മണിക്കൂറിൽ ഇറങ്ങേണ്ടി വരും മതി കഴിക്കും. നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല നമ്മൾ, ഇതിപ്പോൾ കുറച്ച് നേരത്തേക്ക് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഹോട്ടലിൽ കയറി നമുക്ക് ആർക്കെങ്കിലും ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് പോയാലോ. ഹോട്ടൽ എവിടെ? ആ സോറി ചേട്ടന് പൈസ കൊടുത്താൽ മറന്നു. 90 രൂപ കൊടുക്കേണ്ടി വന്ന 70 രൂപയായിരുന്നു, ചേട്ടൻ്റെ ചേഞ്ച് ഇല്ല. ഇത് ഞങ്ങൾ വെറുതെ ഇങ്ങനെ സാളം കാണാൻ ഇറങ്ങി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിലുള്ള ചെറിയൊരു ഇത് ബെറ്റ് കണക്ക് വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെ ആരെങ്കിലും കണ്ടിട്ട് അവരുടെ ഫോണിൽ നമുക്കൊരു സെൽഫി എടുക്കണം. വേണ്ടേ? ഓക്കെ. അപ്പോൾ ചേട്ടൻ താല്പര്യമില്ല. ചേട്ടാ ഒരു വട്ടം ഫോൺ തരുമോ, ഒന്ന് ഫോട്ടോ എടുക്കാനായിരുന്നു. നമ്മുടെ ജസ്റ്റ് സെൽഫി എടുത്തിട്ട് ഇപ്പം തിരിച്ചു തരാം. അല്ല അത് കുഴപ്പമില്ല, ജസ്റ്റ് ഫോട്ടോ എടുത്താൽ മതി. 3ാമത്തെ ഫോട്ടോ എടുക്ക്, 2 പേരും കൂടി കണ്ടേ. ചേട്ടാ ഫോൺ തരാന്ന് പറയുന്നു, ഒരു സെൽഫി എടുത്ത് ചേട്ടൻ്റെ സ്നേഹമോ. ചേട്ടൻ വെറുതെ ഫോൺ സ്വന്തമായിട്ട് തരുന്നു. 4ാമത്തെ അല്ലേ? ഈ 4ാമത്തെ. അല്ല, ഒരെണ്ണം എടുക്കാനുള്ള ബസ് ഇവിടുന്ന് പോകുന്നതിന് നമുക്ക് അതുകൂടെ എടുത്ത് തീർത്തേക്കാം. ഇവിടെ ആൾക്കാർ കുറവാട്ടോ. ഇത് ഏത് ഏരിയ ഇത്? നമുക്ക് കുന്ന്. എന്തായാലും ആ ബസ് പോകുന്നതിന് നമുക്ക് പോകണം. ഫോണൊന്ന് സെൽഫി എടുക്കാൻ തരാ ചേട്ടൻ, ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ചേട്ടന് തന്നേക്കാം. ലാസ്റ്റ് സെൽഫി ഇതായിട്ട് നമ്മൾ എൻവലപ്പ് തുറക്കാം കേട്ടോ. അപ്പം ചേട്ടൻ നമ്മൾ ചേട്ടൻ ഓക്കെ പറഞ്ഞു. ചേട്ടന് ആദ്യമേ വിശ്വാസം ഇല്ലായിരുന്നു, നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് ഓടുമെന്നായിരുന്നു പേടി. ഇപ്പം കുഴപ്പമില്ല. തീർച്ചയായിട്ടും. എന്ത് നിഷ്കളങ്ക മുഖമാണോ എന്റെ? അതെ ഇങ്ങനെ നിഷ്കളങ്ക മുഖമുള്ളവരാണ് എടുത്തോണ്ട് ഓടുന്നത്. ഇത് നമ്മുടെ 5ാമത്തെ. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ചേട്ടൻ്റെ ഫോണാണ് 5ാമത്തെ ഫോൺ. ഫസ്റ്റ് ടാസ്കിന് എൻവലപ്പ് തുറക്കണം. ഇതാ വായിക്ക് എന്താണെന്ന്. ഡോണ്ട് മൂവ് ഫോർ 10 minutes. 10 മിനിറ്റത്തേക്ക് ഇവിടുന്ന് അനങ്ങരുതെന്നാണ്. ആ 10 മിനിറ്റ് ആ ബസ് പോയില്ലെങ്കിൽ അപ്പൊ നമ്മുടെ ടൈം വേസ്റ്റ് ആവത്തില്ല. ടൈം വേസ്റ്റ് ആവില്ല. ഏറ്റവും സെറ്റ് നമുക്ക് പറ്റിയ ഒരു സാധനം, ഒരു പണിയാണെങ്കിൽ കൂടെ അത് നമുക്ക് ഇപ്പം പണിയായിട്ട് തോന്നുന്നില്ല. അല്ല, എനിക്ക് ഇതുവരെ തോന്നുന്നില്ല. 10 മിനിറ്റ് ആ ബസ് പോയാൽ തോന്നും. കണ്ടക്ടർ നടന്നു പോകുന്നു അങ്ങോട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ സമയം എത്രയായി? സമയം 2:15. ഇങ്ങനെ ചെയ്യാവോ? നമുക്ക് ബസ്സിനകത്ത് കയറി ഇങ്ങനെ വെറുതെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. നമ്മൾ മറ്റേ ടീമിന് ടാസ്ക് കൊടുത്തില്ല. മറ്റേ ടീമിന് ടാസ്ക് കൊടുക്കാം. മറ്റേ ടീമിന് നല്ല അടിപൊളിയായിട്ടൊരു ടാസ്ക് കൊടുക്കും. ഇവിടെ മൊത്തം കിളികളാണല്ലോ. മഞ്ഞക്കിളി എന്ന് പറയുന്നത് മറ്റേ തല ഇങ്ങനെ കറുത്തിട്ടും ദേഹം മൊത്തം അല്ല, മഞ്ഞ കളറിൽ ഏതെങ്കിലും ഒരു കിളിയെ കിളിയാ, ഒത്തിരി കിളികളും ആണല്ലേ. അപ്പൊ നമ്മൾ വിളിക്കാം. വിളിച്ചിട്ട് കറക്റ്റ് മഞ്ഞക്കിളിനെ കണ്ടിട്ട് അതടുത്ത് ടാസ്ക് ചെയ്താൽ മതി, കണ്ട് ഫോട്ടോ എടുത്തിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അത് വിളിച്ചു കൊടുക്കാം. ഡ്രൈവർ വണ്ടി പോകണമെന്ന് തോന്നുന്നു. സമയം 5 മിനിറ്റ് കൂടി ഇനിയുണ്ട്. കൊള്ളായിരുന്നു കേട്ടാ ബോയ്സ്, ഇങ്ങനെ ചെയ്യരുത്. 10 മിനിറ്റ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു, പെട്ടെന്ന് തീരുവന്നു. അപ്പൊ നമ്മൾ അവന്മാരെ വിളിച്ചു ടാസ്ക് കൊടുക്കാന്നാണ്. ടൈം ആയല്ലേ? ഇനി ടൈം ആയിട്ട് നീ അവിടെ വരെ എങ്ങനെ പോകും? ഇതിന്റെ മുഖത്ത് കയറി ഞാൻ തന്നെ നിന്റെ മുഖത്ത് കയറി പോവാം. അതിന്റെ മുഖത്ത് പോവാം. അപ്പുറത്ത് പോയി ലിഫ്റ്റ് ചോദിച്ചാലോ? അപ്പുറത്ത് പോയി ലിഫ്റ്റ് ചോദിക്കാനാ? കോള് വന്നാ? ഹലോ പറ. എവിടെയാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നൊന്നും ഇല്ല. ഇവ റോഡ് സൈഡിലാണ്. അതാണ്. ഏത് റോഡ് സൈഡില്? അത് അറിയാമെങ്കിൽ പിന്നെ ഞാൻ റോഡ് സൈഡിൽ എത്തിയല്ലേ. നമ്മളേതോ പട്ടിക്കാട്ടില്ല. എത്ര ടാസ്ക് ചെയ്ത് നിങ്ങള്? ഓൾമോസ്റ്റ് മൊത്തം കഴിഞ്ഞു. ഇനി ഒരെണ്ണം എക്സ്ട്രാ ചെയ്യണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞിരിക്കുക. ആണല്ലേ, ഒരെണ്ണം തരാം. അപ്പൊ ഞങ്ങൾ ഒരെണ്ണം തരാം. എന്തിന് വരുന്നത്? ഇതൊക്കെ എന്ത് ടാസ്ക്? ഇതൊക്കെ ടാസ്ക് എന്തിന് വരുന്നത്? ഞങ്ങളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് എൻവലപ്പിനകത്ത് കിട്ടി. നിങ്ങൾക്ക് അതർ ടീമിന് ടാസ്ക് കൊടുക്കാവുന്നത്. നിങ്ങൾ ഒരു മഞ്ഞക്കിളിയില്ലേ, മഞ്ഞക്കിളിനെ കണ്ടുപിടിച്ച് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. മഞ്ഞക്കിളിനെ കണ്ടുപിടിച്ചിട്ടാ? മഞ്ഞ കളറിൽ ഏതെങ്കിലും ഒരു കിളീനെ അവിടെ മഞ്ഞ കളറിലെ കിളിയല്ല, തല കറുത്ത്. മഞ്ഞ കളറിലെ കണ്ടക്ടർ അല്ല, മഞ്ഞ കളറിലെ കിളി. ചോദിച്ചത് വലിയ ബസ്സിലെ ഒരു കിളി അടിച്ചാ പോരെ. ശരി. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ടാസ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി. ഇവിടെ നിന്ന് മഞ്ഞക്കിളി ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ. അങ്ങനെ അവർക്കൊരു പണി കൊടുത്തപ്പോ ഒരു സമാധാനം അല്ലേ? അവര് കുറെ ടാസ്ക് ചെയ്യുന്ന പറയണേ. അവര് ഉമ്മ അങ്ങനെ തള്ളുന്നതായിരിക്കും എന്ത് ടാസ്ക് ചെയ്യാനായിട്ട്. പക്ഷെ KSRTC സ്റ്റാൻഡിലാണ് അവരങ്ങ് താഴെ, നമുക്ക് താഴോട്ട് പോയാലോ? ഇവിടുന്ന് ഒരു വണ്ടി പോലും കിട്ടുന്നില്ല. നമുക്കൊരു ലിഫ്റ്റ് അടിച്ചങ്ങ് പോവാം. ഞങ്ങളേതോ കാട്ടിൽ ഇവര് KSRTC സ്റ്റാൻഡിലാണ് പോയെന്നാണ് എനിക്ക് ഇതുവരെ താഴെ പോലും എത്തിയിട്ടില്ല. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം അങ്ങോട്ട് എത്തേണ്ടി വരും. ആ പുള്ളിക്കാരൻ പറഞ്ഞത് 2 കിലോമീറ്റർ കഴിയണമെന്നല്ലേ പറഞ്ഞത്. ലോറി വരുന്ന ലിഫ്റ്റ് വരുമോ? ലോറി പിടിച്ചാ കിട്ടിയാ? എന്നെ കണ്ടിട്ടാണ് ഇതിന്റെ ലോറി എത്തിയത്. ഞാൻ തമാശയായിരുന്നു. ലിഫ്റ്റ് വന്നടാ. എനിക്ക് ലോറി കയറി പരിചയമില്ല. 5 മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നടന്ന് എന്റെ കാല് കഴച്ച്. അതിനിടക്ക് 5 വണ്ടി കയറണം. ഇതുവരെ ഒരു വണ്ടി പോലും കയറിയിട്ടില്ല. 5 മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഇതുവരെ ഒരു മോഡ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇവിടെ ഒരു റോഡ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നതല്ലാതെ ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞിനെയും കാണുന്നില്ല, വണ്ടിയും കാണുന്നില്ല. ഒരു വണ്ടി ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി. ഞങ്ങൾക്ക് പോകേണ്ടത് അങ്ങോട്ടും. അവരിനി ആ മഞ്ഞക്കിളിനെ വല്ലതും കണ്ടുപിടിക്കുവോ? മഞ്ഞക്കിളിനൊന്നും കണ്ടുപിടിക്കത്തില്ല. അത് നിന്റെ ഐഡിയ ആണ്. മഞ്ഞക്കിളി ഞാൻ വിചാരിച്ചു കാട്ടി മഞ്ഞക്കിളി ഇല്ലെന്ന് വിചാരിച്ചു. കാട്ടി കാണും ചിലപ്പോൾ മഞ്ഞക്കിളിയും പച്ചക്കിളിയൊക്കെ കാണും. അയ്യോ, മഞ്ഞക്കിളി കണ്ട് ഫോട്ടോ എടുക്കണ്ടേ? അതിന്റെ ഫോട്ടോ എടുത്ത് ക്ലിയർ ആവണമെന്ന് മാത്രമേ.
നടന്ന് തളർന്നളിയാ. ചേട്ടാ ഇവിടുന്ന് മെയിൻ റോഡിലോട്ട് എന്ത് മാത്രം ദൂരമുണ്ട്? നടന്നു കഴിഞ്ഞാൽ ഉപ്പാട് വരും അല്ലേ? ആണോ? KSRTC ബസ്സാ? പിന്നെ ശ്രീലക്ഷ്മി ഞങ്ങൾ ആലപ്പുഴ. ഇവിടെ സ്ഥലമൊക്കെ വെറുതെ ഇങ്ങനെ കണ്ട് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോവാ. ഞങ്ങൾക്ക് ഈ പേരൂർ തൂക്കുപാലം കേട്ടിട്ടുണ്ട്. ആ, തൂക്കുപാലത്തിന് അങ്ങോട്ടാ ചെല്ലണ്ട്. മറ്റേ നമുക്ക് ചോദിച്ചാലോ, മറ്റേ ഫോട്ടോ സെൽഫി. ആ ചേട്ടാ, ഞങ്ങൾ തമ്മിൽ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നവർക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? അപ്പോൾ ഞാൻ ഇവനോട് പറയുകയും ചെയ്ത്, നീ ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു ഫോട്ടോ എടുക്കാമെങ്കിൽ അവൻ്റെ ഇന്നത്തെ ഫുഡ് ഞാൻ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനായിട്ടൊരു ഫോട്ടോ എടുക്കാൻ സമ്മതമാണോ അല്ലയെന്ന് ചോദിച്ചത്. അല്ല. ഓക്കെ. ഇവിടെ നല്ല AC ഒക്കെ ഉണ്ട് അതിനകത്ത്. നല്ല ഭാരത് ബെൻസ് അല്ലേ, അതുകൊണ്ടായിരിക്കും. ഈ ചേട്ടൻ്റെ നല്ല മനസ്സ് കാരണം നമുക്ക് ലിഫ്റ്റ് കിട്ടി. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഈ വഴി നല്ല പൊക്കത്താട്ടോ ഇത്. കൈലാസത്തിന്റെ ശിവനെ പോലെ നമുക്ക് വഴികാട്ടിയായി വന്നേക്കാണ്. നീ അവിടെയൊക്കെ പിടിച്ചാണ് ഈ ലെവല് കുറച്ച് ദൈവത്തിന്റെ കൂടെ ഹെൽപ്പ് അവിടെ എത്താല്ല. നീ പോകുന്നതാണ് നൈസ് വൈബാ കേട്ടാ. ഇന്ന് എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ ലോറിക്കകത്ത് തന്നെ എപ്പോഴും കയറിയിട്ടൊന്നുമില്ല. അതെ, ഞാനും ആദ്യം കേട്ടാ. ഞാൻ ഇരിക്കുന്നതേ ചേട്ടന്റെ സ്റ്റിയറിങ്ങിനോട്ടാ. ഇതിന് ചെറിയൊരു പതുക്കെ സ്പീഡിലാ പോകുന്നത്. എത്ര 30-ലൊക്കെയാ പോകുന്നത്? അതെ അതെ, 40-ലൊക്കെ. ആ, ഇത് നമ്മുടെ അത്ര വെയിറ്റ് അല്ലേ. റോഡുള്ളതുകൊണ്ട് സാറിന് വണ്ടി പതുക്കെ പോകുന്നതാണ്, അത്രേ വലിക്കത്തുള്ളൂ. ഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത്ര നേരം നടന്ന് കാലം ക്ഷീണിച്ച്. ചേട്ടാ, ഇവിടുന്ന് മെയിൻ റോഡിലോട്ട് എത്താനായിട്ട് എത്ര സമയം എടുക്കും? മെയിൻ റോഡാണ് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയാം. ഈ ഇവിടെ തൂക്കുപാലം ഉണ്ടല്ലോ, പേരൂർ തൂക്കുപാലം. ഇവിടെ ഇറങ്ങിയാൽ മതിയാ? വരുന്ന വഴി ഇവിടെ കിളിയുടെ കട, ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. അവിടെ ഇറക്കാൻ ചേട്ടൻ നിർത്തുന്നത് നമുക്ക്. അപ്പം ചേട്ടന് സമയമില്ല, നമുക്ക് കുറച്ച് വേഗം ഇറങ്ങണം. നമുക്ക് സമയമില്ല, ചേട്ടനേക്കാൾ സമയം നമുക്കില്ല. വേഗം ചേട്ടന് സമയമില്ല കേട്ടോ. അവിടെ നിർത്തിരിക്കും വഴി സൈഡില്. ഞാൻ ഇറങ്ങട്ടെ. ശരി, താങ്ക് യു. എത്ര വലിയ വണ്ടിയാണെന്ന്. ടയർ തന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. 10-12 ടയറുണ്ട്, വലിയ വണ്ടി. അങ്ങനെ ഭാരത് ബെൻസ് കയറാനും ഒരു അവസരം കിട്ടി. ഈ ഒരു അവസരത്തിൽ ഞാൻ അർജുൻ ബ്രോഡ് അടിക്കാൻ നന്ദി പറയാണ്. ഭാരത് ബെൻസ് കയറാൻ എന്റെ മോന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ചവിട്ടിത്തള്ളയാ. ഇവിടെ അല്ലേ ഇറങ്ങണ്ട? ഓക്കെ, താങ്ക് യു. പിള്ളേർ വരുന്നുണ്ട്, അവരോട് മറ്റേ റേറ്റിന്റെ സംഭവം ചെയ്തത്. അവരാകുമ്പോ ആ ഒരു മൈൻഡിൽ എടുത്തോളൂ. ചോദിക്കും, നീ ചോദിക്കും. എടാ, സ്ട്രേഞ്ചേഴ്സിന്റെ ഫോണിൽ നിന്ന് അവരുടെ ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കണം. പക്ഷെ നമ്മൾ അവരുടെ ഫോട്ടോയിൽ ഉണ്ടാവണം. അതെടുക്കണം. 5 പേരെ കൊണ്ട് അവൻ എടുക്കണം. അവന് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എടുത്തോ? അപ്പൊ നിങ്ങൾ സഹായിക്കണം, അവന് ഉച്ചക്കത്തെ ഫുഡ് മേടിച്ചു കൊടുക്കാം. പിടിച്ചേ, നമ്മൾ എടുത്തിരിക്കും. യെസ്, ഓക്കെ. ഇപ്പൊ എത്ര എണ്ണമായി? 3 എണ്ണമായി. പിന്നെ 2 എണ്ണം കൂടെ. ഇനി 2 എണ്ണം മതി. അതാ കട കേട്ടാ, പെറ്റ് ഷോപ്പ്. ഇവിടെ ടേണിലാണ്. ഇവിടെ വന്ന് വണ്ടി ഇടിക്കും. കുറച്ച് പച്ചയൊക്കെ ഉണ്ട്. അതല്ല, മഞ്ഞ കിളി പറക്കുന്ന അത് മഞ്ഞയാണ്. അത് മഞ്ഞയാ, ചെറുതായിട്ട് പച്ചയുണ്ട്, എന്നാലും കുഴപ്പമില്ല. താങ്ക് യു ബൈ. താങ്ക് യു. അർജുൻ എം പി. അത് തന്നെ, അർജുൻ എം പി അറിയാവാ? അപ്പം നിങ്ങളടുത്ത മെയിൻ വീഡിയോ ഒക്കെ അത് വരുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞില്ല ഈ സാധനം ഞങ്ങൾ ചെയ്തിരിക്കുമെന്ന്. സംഭവം ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ, വേറെ ചെയ്യണമെന്നില്ല. അപ്പോൾ താങ്ക്സ് ഡാ അർജുൻ. ഇതുപോലെ വേറെ ടാസ്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. 5ാമത്തെ ആളാണ് സെൽഫി എടുക്കുന്ന. യെസ്, ഇനി അങ്ങനെ ഒരു എൻവലപ്പ് തുറക്കാനുള്ള സമയമായിരിക്കും. അത് ഇവിടെ നല്ല ഇച്ചിരി കൂടെ മാറി എൻവലപ്പ് തുറക്കാം. അപ്പൊ അവര് തന്ന ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. മഞ്ഞക്കിളീനെ നമുക്ക് കിട്ടി. നമുക്ക് ഇനി അടുത്ത ടാസ്ക് നമുക്ക് ചെയ്യാം. എടാ, കോള് വരുന്നടാ, കോള് വരുന്ന അമ്മാർ. ഓക്കെ, താങ്ക്സ് ഡാ, ബൈ ബൈ. കോള് വരുന്നടാ, എന്താ പണിയാന്ന് തോന്നുന്നു. എടുത്തു നോക്കി. ഹലോ, ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്. മഞ്ഞക്കിളിയാ? ഒരു മിനിറ്റ്, ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ. ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കരുത് കേട്ടോ, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാ. എന്താ എന്ത് വളർത്തുന്ന മഞ്ഞക്കിളിയാണെന്ന്? വീട്ടിൽ വളർത്തുന്ന മഞ്ഞക്കിളിയാ, കാട്ടിൽ നിന്നുള്ള മഞ്ഞക്കിളിയുടെ കാര്യം പറഞ്ഞു. മഞ്ഞക്കിളി പറക്കുന്ന കിളിയുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ചിറക് കൊണ്ട് മഞ്ഞയാണ്. കാട്ടിലുള്ള മഞ്ഞക്കിളി. കാട്ടിലുള്ള മഞ്ഞക്കിളി. പിന്നെ കൂട്ടിലിട്ടിരിക്കുന്ന നിങ്ങള് ഒരു മിനിറ്റ്, ഞങ്ങൾ ആൾക്കാരെ ഒന്ന് കാണിച്ചു നോക്കട്ടെ. അവരയച്ചു തന്ന ഫോട്ടോ നോക്കിയേ. കൂട്ടി കിടക്കുന്ന ഒരു കിളി. ഇല്ലില്ല, അങ്ങനെ ആരും പറഞ്ഞില്ല ബ്രോ. ഞങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞങ്ങൾ സമ്മതിച്ച് കൂട്ടി കിടക്കുന്ന പക്ഷിയുടെ ഫോട്ടോ എടുത്ത് അയച്ച് ആ പക്ഷിയെ സ്വാതന്ത്ര്യമാക്കുകയാണെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം.
സ്വാതന്ത്ര്യമാക്കാൻ ആ പക്ഷി ചത്തുപോകും. അങ്ങനത്തെ പക്ഷി സ്വാതന്ത്ര്യമാക്കാൻ പറ്റത്തില്ല. അത് പഠിച്ചിട്ട് വാ. സ്വാതന്ത്ര്യമാക്കാന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വാങ്ങിച്ച് വേണേലും കൊടുക്കാം. അത് ബ്രോഡ് ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് ബ്രോഡ് ഏറ്റവും വലിയ പരാജയം. സ്വാതന്ത്ര്യമാക്കാന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സ്വതന്ത്രമായി പറക്കുന്ന ഒരു പക്ഷി. എനിക്ക് അറിയത്തില്ല, കാണുന്ന നടി നിൽക്കുക, എവിടെ വഴിയൊന്നും അറിയത്തില്ല. ഞങ്ങൾ വന്ന കാട്ടിൽ മഞ്ഞക്കിളി, മലയെണ്ണാൻ, വരയെണ്ണാൻ, വരയാട്, കാട്ടുപോത്ത്, ചെങ്കീരി ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെടുക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ മഞ്ഞക്കിളി, പറക്കുന്ന മഞ്ഞക്കിളിനെ വേണമെന്ന് പറഞ്ഞു. പറക്കുന്ന മഞ്ഞക്കിളി ഇത് പറക്കുന്നില്ലല്ലോ. ഇത് പറക്കുന്നുണ്ട്, കൂട്ടിനകത്തിലാന്നേ ഉള്ളു. പോയിന്റ് ശ്രദ്ധിക്കണം. വേണമെങ്കിൽ കൂട്ടിനകത്ത് പറന്ന് നടക്കുന്നത് ഞാൻ എടുത്തു തരാം. വേണ്ട, കൂട്ടി പറക്കുന്നില്ല. ഒരു എക്സെപ്ഷൻ തരാം. ആ കിളീനെ സ്വാതന്ത്ര്യമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ടാസ്ക് ഞങ്ങൾ തങ്ങിയിരിക്കും. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ മാറ്റുക. ഇപ്പൊ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡബിൾ സ്റ്റാൻഡ് ആണ്. ഇത് ഞങ്ങളെന്ന ടാസ്ക് ആണ്. നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് അറിയണ്ട. ചെയ്തില്ല. കമന്റ് നോക്കിക്കോളാം ഞങ്ങളത്. ശരി, കമന്റ് കാണാം. കുറെ കാരണം ബസ്സിനൊക്കെ കൈ കാണിച്ച് ആരും നിർത്തുന്നില്ല. ഇത് നല്ലൊരു ഐഡിയ ഉണ്ട്. ഞാൻ ബസ് കാർ വല്ല വരാൻ നേരത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ നോക്കാം. മുഖം മനസ്സിലാക്കിയിട്ടെങ്കിലും ആരെങ്കിലും നിർത്തേണ്ടത്. ഒരു കാർ വരുന്നുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ നിൽക്കാം. അത് വർക്കായി, പക്ഷെ ആളുണ്ട്. വണ്ടിക്കാ സ്ഥലമില്ലല്ലേ? വീട്ടിൽ എത്തണം. വീട്ടിൽ എത്തിയിട്ടില്ല. അല്ല, വീട്ടിലെത്തണം. എന്നെത്തും അറിയത്തില്ല. ഇന്നെത്തും പറഞ്ഞ് ഇറങ്ങിയതാ. നിങ്ങൾ ഹൗസ്ഫുൾ അല്ലേ? അപ്പൊ നമ്മൾ സെൽഫി ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറഞ്ഞാൽ ആ എൻവലപ്പിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല വല്ല പണിയാണെങ്കിൽ തന്നെ ഒരു മഞ്ഞക്കിളി. ഇത്ര നാള് നമുക്ക് എല്ലാ സാധനവും ഇതാണ് കറക്റ്റായിട്ട് ഇട്ടിരിക്കുന്നത്. കറക്റ്റ് സമയത്ത് ബസ് വന്ന് ഈ സംഭവങ്ങളെല്ലാം നടന്നു അല്ലേ? അപ്പൊ നമുക്ക് ഈ സാധനം കറക്റ്റ് ആയിരിക്കും. ദൈവത്തിന് അങ്ങ് മനസ്സിലാക്കി നമുക്ക് തുറക്കാം. മഞ്ഞക്കിളിയെ കാണിച്ച് നമ്മളെ പറ്റിച്ച് അത് പോട്ടെ, നമ്മളറിഞ്ഞില്ലേ, നമുക്ക് ക്ഷമിച്ചു വിടാം. കമ്മറ്റിനകത്ത് പൊങ്കാല കിട്ടിക്കോളും. കാട്ടി പറക്കണ കിളീനെ കൂട്ടി പറക്കണ കിളീനെ കൂട്ടി പറക്കുന്ന പോലെ ഇല്ലേ കൂട്ടി ഇരിക്കുന്ന കിളി. തുറക്ക് പോരട്ടെ, പവർ വരട്ടാ. ശരി, വല്ല നല്ലത് വല്ല ആയാ മതിയായിരുന്നു. നല്ലതാകൂടാ, നീ ഭാഗ്യമുള്ള നല്ല എന്തെങ്കിലും ആയിരിക്കണേ. ബിറ്റർ ഗാർഡ് വിത്തൗട്ട് എക്സ്പ്രഷൻ. എന്തോ ബിറ്റർ ഗാർഡ്? ബിറ്റർ ഗാർഡ് എന്തുവാ? പാവയ്ക്കാണ് ബിറ്റർ ഗാർഡ്. ഗൂഗിൾ ചെയ്ത് നോക്കിയേ. ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ സംഭവം എനിക്ക് മനസ്സിലായില്ല. പാവയ്ക്കാണെന്ന് തോന്നുന്നു. വിത്തൗട്ട് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ പാവയ്ക്ക തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ സാധനം ഒന്നും കാണുന്നില്ലല്ലോ. എന്നാ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഞങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമറമാൻ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ് ബിറ്റർ ഗാർഡ്. ബിറ്റർ ഗാർഡ് പാവയ്ക്ക തന്നെയാണ്. പാവയ്ക്കായിരിക്കും തോന്നുന്നു. പാവയ്ക്ക. അപ്പൊ പാവയ്ക്കാണെന്ന് നമ്മുടെ ക്യാമറമാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ പാവയ്ക്കാണ് ഒരു ബൈറ്റ് ആരെടുക്കുന്നത്? പാവയ്ക്കയുടെ ഒരു ബൈറ്റ് നീ. ഞാനോ? എല്ലാം നമ്മുടെ ആരെങ്കിലും ഒരാൾ എടുക്കാൻ നോക്കാം. അവൻ എക്സ്പ്രഷൻ വരികയാണെങ്കിൽ ഞാൻ എടുക്കാം. എക്സ്പ്രഷൻ ഇല്ലാതെ ഒരു ബൈറ്റ് എടുത്താൽ പോരെ? എക്സ്പ്രഷൻ ഇല്ലാതെ നമ്മൾ എടുത്തിരിക്കും. അത്രേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഫുൾ ബിറ്റർ ഗാർഡ് വേണേ കഴിക്കാം. അത്രേ ഉള്ളൂ. അതൊന്നും ഇല്ല, ചുമ്മാ ഒറ്റ ബൈറ്റ് കേട്ടോ. അങ്ങോട്ട് തള്ളി വിടുക. അതത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം, എവിടെയെങ്കിലും കിട്ടും ഒരെണ്ണം. വാ, എന്തായാലും ഇത്ര നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പൊ ഇതും കിട്ടും. നമ്മുടെ ചെറുക്കൻ എക്സ്പ്രഷൻ ഇല്ലാതെ വാക്ക തിന്നോന്ന് പറയുന്നത്. ഈ സാധനം കഴിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. എന്നാന്നറിയാം, നമുക്ക് ഇനി ഒരു ടാസ്ക് കൂടെ എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാം. അവിടെ ഒരു ഹോട്ടലുണ്ട്, അത് നോക്കിയേ. ആ ഹോട്ടലിൽ നിന്ന് നമ്മളൊരു വിശന്നിരിക്കുന്ന ആൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കും. അവിടെ വെച്ച് തന്നെ ഇവനീ പാവക്ക ഒരു ബൈറ്റ് കഴിച്ചിട്ട് എക്സ്പ്രഷൻ ഇല്ലാതെ അടിക്കുകയും ചെയ്യും. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണേ, അതിന്റെ ബാക്കി ഫുഡ് അവിടെ നിന്ന് കഴിക്കും. എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ഐഡിയ. കഴിക്ക്. ഒരു തുള്ളി എക്സ്പ്രഷൻ പോലും ഇടാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുക. രണ്ട് ഭാഗത്തുനിന്ന് കുറച്ച് ഓടിച്ചോട്ടെ. ഓടിച്ചോ. ക്യാമറ കാണിച്ചു ഓടിയാ. ഓടിക്കാൻ പോവാ കേട്ടോ, നിങ്ങൾ പിന്നെ പറയല്ലേ. കണ്ണ എന്റെ ചെറുക്കനാ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കുന്നുണ്ടാ. അതാണ് ടാസ്ക് കംപ്ലീറ്റ് ആക്കി. കംപ്ലീറ്റ് ആക്കി വേണം ഒരു ബൈറ്റ് കൂടെ എടുക്കാം. കാണ് നമ്മൾ ഈ കളി തുടങ്ങിയത് ജയിക്കാൻ വേണ്ടിയാ. ഇത് വേണമെങ്കിൽ ഞാനും കടിച്ചു കാണിക്കാം. എന്റെ ചെറുക്കൻ മാത്രല്ല, കണ്ടോ. എന്തോ നീ ഇതെങ്ങനെ കഴിച്ച് എക്സ്പ്രഷൻ ഇല്ലാതെ? അങ്ങനെയൊക്കെ പോവും. നമ്മളിത് കൊറേ കാണുന്നതാ, നമ്മക്കിതറിയാലോ. എന്തോ കരത്തിലുണ്ട് സമയം നമ്മൾ നിൽക്കുന്ന എന്തോ ഒരു ഇതാ. അങ്ങനത്തെ ഒരു ചാലഞ്ച് ആവണം. ഡൺ. ഓ, താങ്ക് യു. പേരെന്താ? നോക്കി. എന്റെ അനൂപ്. അനൂപ്. അനൂപ് ബ്രോ. അനൂപ്. Without doing task. Let's freaking go. I can open an envelope without doing a task, okay? നമുക്ക് ഒരു envelope തുറക്കാം without doing any task. So we can skip any task? I can skip one task. Yeah. You can skip. Oh, Thanks bro.
ഇവിടെ ഫ്രണ്ട്സ് ആയി. നമുക്ക് ഇത്ര ഭാഗ്യം തെളിയുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു ടാസ്കും ചെയ്യാതെ കൈലാസത്തിന് ശിവനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ടാസ്കും ചെയ്യാതെ ഇനി നമുക്കൊരു തുറക്കാം. ഏത് തുറക്കണം നിനക്ക് ടാസ്ക് ചെയ്യാതെ? അത് ഒരെണ്ണം സ്കിപ്പ് ചെയ്യുന്നതല്ലേ. ആ, ടേക്ക് സമ്മൺ ഹംഗ്രി, അത് നമുക്ക് വേണം. ഹിറ്റ് ക്രോസ് ബാർ നമുക്ക് നോക്കാം. എക്സ്ചേഞ്ച് വൺ ഓഫ് യുവർ ഈറ്റ് വൺ ഹോൾ ചിക്കൻ. ഇത് ഹാർഡായിരിക്കും അല്ലേ? എക്സ്ചേഞ്ച് വൺ ഡ്രസ്സിന്റെ സ്കിപ്പ് ചെയ്തേക്കാം. ഡ്രസ്സിന്റെ എന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് ആരെയും എക്സ്ചേഞ്ച് ചെയ്യണം. മറ്റേ ഈ ഒരാളെ റെസ്റ്റോറന്റിൽ കൊണ്ടുവന്ന് സായമായി എടുക്കത്തില്ലേ, നമുക്ക് ഇത് സ്കിപ്പ് ചെയ്താൽ പോരെ? നമുക്ക് ശരിയാ, മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ടൈം സേവിംഗ് അല്ലേ. അപ്പൊ തുറന്നോ. യു ക്യാൻ ഗീവ് അതർ ടീം. സോ ഗൈസ്, നമ്മള് ഇനി സ്വാതന്ത്ര്യ മഞ്ഞക്കിളി എന്നൊക്കെ വേണേൽ പറയാം. എനിക്ക് അത് പറയുന്നില്ല. റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ആടിനെ തപ്പിയാൽ മതി, അത്ര മതി. അതെ, നമ്മള് കേരളത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, ഇഷ്ടംപോലെ ആടിനെ ഉണ്ട്, ആടിനെ കിട്ടും. അപ്പൊ അതുകൊണ്ട് അവര് പിന്നെ വിളിക്കുന്നത്. ആ, നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് നമ്മൾ വന്നേക്കുന്നത്. ഒരു സ്വതന്ത്രമായ ഒരു മഞ്ഞ പക്ഷീനെ തപ്പിക്കോ. ഫ്രഷ് സാധനമാണല്ലോ ഇറക്കി വെച്ചിരിക്കുന്നത്. ഫ്രഷ് ആണ്. നിങ്ങളല്ലേ ഇത്ര, ഞങ്ങളിപ്പോ ക്ലിയർ ആയിട്ട് പറയുക, അപ്പൊ പിന്നെ മിസ്റ്റേക്ക് വരരുത്. ഞങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു. അവസാനം കൂട്ടി കിടക്കുന്ന ഒരു പക്ഷി, അത് പറക്കത്ത് പോലും ചിറക് പോലും ഇല്ലാത്തൊരു പക്ഷിനെ കാണിച്ചു തന്നില്ലേ? ശരി, കാര്യമുണ്ട്, അവർക്ക് വിഷമമാവും. നിങ്ങള് you guys have to take a selfie with a goat. Take a selfie with a goat. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സിയും തലയൊന്നും അല്ല, ശരിക്കുള്ള ജീവനുള്ള ആട്. ഓക്കെ, ജീവനുള്ള ഒരു ആടിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ടാസ്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, സെൽഫി. ആടിനെ കണ്ടുപിടിക്കണമെന്ന്, എന്നിട്ട് അതിന്റെ കൂടെ സെൽഫി എടുക്കണം. പക്ഷെ നമ്മൾ അത് പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് തീർക്കും. ഇവിടെ കുറെ വീടുണ്ട്, ഏതെങ്കിലും ഒരു വീട്ടിൽ ആട് കാണും. 20 വേണം തോന്നുന്നു ചേട്ടാ. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ ലാസ്റ്റ് നമ്മൾ ബസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ബസ് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത്, അങ്ങനെ ബസ് കിട്ടിയിട്ട് അർജുൻ ബ്രോ ടിക്കറ്റ് എടുക്കാൻ നമുക്ക് 3 പേർക്കും അങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 3ാമത്തെയോ 4ാമത്തെയോ കണ്ട് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. എത്ര നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല, നമ്മൾ നോക്കേണ്ടി വരും ഒന്നുകൂടെ. നിങ്ങൾക്ക് ഓർമ്മ കൊടുത്തുന്ന വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ടറിയാമോ? അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിടാം, എന്നിട്ട് ഏതെങ്കിലും കടയിൽ കാണുമ്പോഴത്തേക്ക് അവിടെ നിർത്താം. എങ്ങോട്ട് പോകുമ്പോ? അങ്ങോട്ട് നമുക്ക് തൂക്കുപാലത്തിന് അങ്ങോട്ട് എങ്ങനെയാ പോകേണ്ടത്? അടുത്ത സിറ്റി ആണോ? ആ, ഓക്കെ. ഇവിടുന്ന് അവിടം വരെ പോകാൻ എത്ര നേരം എടുക്കും? 100 രൂപയുടെ ഓട്ടോ. അത് കഴിയുമ്പോ നേരെ തൂക്കുപാലം വരും. അവന്മാര് വെറുതെ ആ ടാസ്ക് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പറഞ്ഞത് കിളിയുടെ ടാസ്കിന് വേണ്ടി അത് നമ്മളെ കൊടുക്കാൻ വേണ്ടി തന്നെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ടാസ്ക് തീർക്കുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു. അത്ര മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആടിനെ കണ്ടുപിടിച്ചിട്ട് നമ്മളും അടുത്ത ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ആടുള്ള വീട് അല്ലെങ്കിൽ ആട്ടിറച്ചി കിട്ടുന്ന സ്ഥലം, ജീവനുള്ള ഒരു ആടിനെ വേണം. ജീവനുള്ള ഒരു ആടിനെ വേണം. മുണ്ടക്കല് വെല്ലിച്ചാട്ട് വീട്ടിലൊന്ന് പോയി നോക്കിയാൽ അവിടെ ഉണ്ടോ. നല്ല ദൂരമാണോ? അല്ല, ഇവിടുന്ന് ഓട്ടോ പോവാ, ചേട്ടൻ കൊണ്ടുപോവാ. അല്ല, ഒരു ആടിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. നമ്മുടെ ഒരു അനിയൻചാരി പയ്യനുണ്ട്, അവനാണ് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും, എന്തെങ്കിലും ജോലി ചെയ്യുന്നവരൊക്കെ അവനിങ്ങനെ വിളിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, ആടിന്റെ കൂടെ ഫോട്ടോ എടുക്കണം, കോഴിയുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ. കൊച്ചു പയ്യൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ഫോട്ടോ എടുപ്പിച്ചോണ്ടിരിക്കും. അത് എക്സ്ക്ലൂസീവ്, റിവീൽ ചെയ്യാൻ പാടില്ല. അതല്ലേ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് റിവീൽ ചെയ്യാൻ പാടില്ലെന്നാ, സസ്പെൻസാ. 1 മണിക്കൂർ മുമ്പ് നമ്മൾ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. 4:24 നമ്മൾ കയറിയത് 3:36 അങ്ങനെ കണ്ടായിരുന്നു. ആട്ടിറച്ചി കിട്ടുന്ന സ്ഥലമില്ല. ആണല്ലേ, കട്ടപ്പന ഉള്ളല്ലേ? എന്തുമാത്രം ദൂരെയാ കട്ടപ്പന? ഇവിടെ തൂക്കുപാലം കഴിഞ്ഞിട്ടാണോ? ആണോ? ഇവിടെ തൂക്കുപാലം എവിടെ? എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്റർ. അപ്പൊ തൂക്കുപാലത്തിന്റെ അവിടെ വല്ല നോക്കാല്ലേ? ചേട്ടാ ഫുഡ് കഴിച്ചായിരുന്നു? ഞാൻ തിരിഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ കുറേയേറെ പിള്ളേരുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് സമയത്ത് തീരത്തില്ല. ആർക്കും അറിയത്തില്ലല്ലോ പുള്ളിനെ. അത് കാരണം എനിക്കാ പ്രശ്നമാകുന്നത്. ഇപ്പൊ എത്ര മണിക്കൂറത്തെ ഹായ് ഹലോ എന്നറിയോ? എന്താ ചെയ്യാ? ഈ വണ്ടിയിലായിരിക്കും നമ്മൾ അടുത്ത മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ പോകാൻ പോകുന്നത്. നമ്മൾ നേരത്തെ സെൽഫി എടുത്ത് നമ്മുടെ പുള്ളി നമ്മളോട് പറഞ്ഞു സപ്പോർട്ട് ചെയ്യാൻ. ഞങ്ങൾ മേടിച്ചു തരുമായിരുന്നില്ല, അതിൽ വെച്ച വിശപ്പ്. അങ്ങനെയല്ല ബ്രോ, ഇത്ര ഹെൽപ്പ് ചെയ്തിട്ട് ബ്രോയ്ക്ക് വീട്ടുകാരൊക്കെ ഉണ്ട്. നമ്മൾ ആടിനെ കിട്ടോ കിട്ടത്തില്ല നമുക്കറിയത്തില്ല, പക്ഷെ നമുക്ക് നല്ലൊരു ബ്രോനെ കിട്ടിയിട്ടുണ്ട്. കണ്ട, ആടിന്റെ കൂടെ ഒരു സെൽഫി എടുക്കണം. ആടിന്റെ ഒരു സെൽഫി എടുക്കണം, അത്രേ ഉള്ളൂ. ആടിന്റെ ഒരു സെൽഫി നമ്മൾ എടുത്തിരിക്കും. സെൽഫി വിത്ത് ഗോട്ട്, അത്രേ ഉള്ളൂ. ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആർട്ടിഫിഷ്യൽ ഒരു ആട് കിട്ടുമായിരുന്നെങ്കിലും മതിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഒരാടുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകാന്നാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ പറഞ്ഞില്ലേ എന്ത് ടാസ്ക് വന്നാലും നമ്മൾ ചെയ്യും. എന്തിനും റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആടല്ല പുലിയുടെ ഫോട്ടോ എടുക്കണം. അത്രേ ഉള്ളൂ. വേണ്ട അത് ഐഡിയ ഒന്നും കൊടുക്കണ്ട. അത് വേണ്ട. ആടിനോട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പൊ പോവാ ആടിനെ പൊക്കി. ആ ഷൂട്ടിംഗ് ആണെന്ന് പറയണ്ട, ആ ഒരു ആടിനെ മേടിക്കാൻ വേണ്ടിയാണ്. ആ ഓക്കെ ഓക്കെ ആ ആ ഒരു ഫോട്ടോ അയച്ചു അങ്ങനെ പറഞ്ഞാൽ ആ ഓക്കെ 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 നമ്മൾ പറയുന്നത് ആ പുള്ളി ഉൾക്കൊള്ളാൻ വേണ്ടിട്ടോ. ആ ആ ജസ്റ്റ് ഞങ്ങൾ ആടിനെ കാണാൻ വന്നതെന്ന് പറയാം. ആടിനെ തപ്പി നോക്കാം. അല്ല ആടിനെ കിട്ടിയാൽ മതി. ചെയ്യും. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഒരു ആടിനെ കിട്ടിയിട്ടുണ്ട്. ഈ സാധനത്തിൽ കൊണ്ട് ഒരു സെൽഫി എടുത്ത് നമ്മൾ നേരെ അയച്ചു കൊടുക്കും. അതാണ് വേണ്ടത്. ചേട്ടനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. വിഷ്ണു എന്നാണ് ചേട്ടൻ്റെ പേര്. ഈ ഓട്ടോക്കാരൻ ചേട്ടനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അറിയാലോ എന്ത് ടാസ്ക് കിട്ടിയാലും നമ്മളത് ചെയ്തിരിക്കും. എടുത്തോ സെൽഫി എടുത്തോ. അത് നമ്മൾ സെൽഫി എടുത്തിട്ട് കാണാം. അത്രേ ഉള്ളു. എണീറ്റ് നീ എടുക്കും ഒരെണ്ണം. നിന്റെ കൈക്ക് നീളമുണ്ടല്ലോ. ഈ ടാസ്ക് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? വേണ്ട ഒരെണ്ണം മതി. ഒരെണ്ണം മതി. അപ്പോൾ താങ്ക്സ് ചേട്ടാ. ഞാൻ ഓർത്ത് ഇവിടുന്ന് ആട്ടും കേട്ട് ഓടേണ്ടി വരുമായിരിക്കും. നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അങ്ങനെ ഞങ്ങളുണ്ടല്ലോ ആടിനൂടെ സെൽഫി എടുത്ത് കണ്ടാ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. ആടാ പൂച്ചയാ കഴുവയാ കോഴിയാ എന്താ അടുത്ത ടാസ്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അടുത്ത ടാസ്കും കംപ്ലീറ്റ് ചെയ്യാം. നീ കണ്ടോ ആടുമായിട്ട് സെൽഫി ഒക്കെ എടുത്തിരിക്കുന്നവർക്ക് കൺഫേം ചെയ്യാണ്ടത് എന്തൊരു ടൈപ്പ് ആട് കേട്ടാ. അതെ നമ്മുടെ ഇവിടെ ഒരു വ്ളോഗ് പോലെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന വ്ളോഗ് എടുക്കണം. അപ്പം നമ്മളിവിടെ ജോയിൻ ചെയ്യാം. ചെറുതായിട്ട് കഴിച്ചിട്ട് പോയാൽ മതി. ആണോ? ആ നമുക്ക് സമയം പോയി. നീ കഴിച്ച വിശക്കുന്നുണ്ടാ? ആ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഞങ്ങൾ ചെറുതായിട്ട് കഴിക്കാനാ. നാണോ? ആണോ? ക്യാമറ ഷൈ ആണ്. നമുക്ക് അവന്മാർ രണ്ടുപേരും ചോദിക്കാം. അവന്മാർ രണ്ടുപേരും ഷൈ ഒന്നുമല്ല. അവിടെ അതിക്ക് ചോദിക്കട്ടെ. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയല്ലേ ഉള്ളു. ഭക്ഷണം കഴിച്ചാ? കഴിച്ചാ? കഴിക്കുന്നതിന് അടക്കാം. ആണോ? ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവായിരുന്നു. ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറ്റുമോ നിനക്ക്? ആണോ? കുഴപ്പമില്ല. എല്ലാരും ഭക്ഷണം കഴിച്ചു. എല്ലാരും ക്യാമറ ഷൈലെല്ലാരും കഴിച്ചാണോ? ബോയ്സ് നമ്മളിപ്പം റേറ്റ് ചെയ്യുന്ന മറ്റേ ഇതെടുക്കും. ഒരു പെൺകൊച്ചിന് പോയിട്ട് എന്നെ ഒരു 10-ൽ എത്ര റേറ്റ് ചെയ്യണം? നമ്മള് ആ സൈഡിലോട്ട് പോകണം. അവിടെയാണ് കുറെ ഗേൾസ് ഉള്ളത്. ഇവിടെ മൊത്തം ചെക്കന്മാരുള്ള. ഞാനിപ്പോ വാടി നിൽക്കാം. ബ്രോനെ ചെയ്തോ പിടിച്ചോ. ഇവന് 10-ൽ എത്ര റേറ്റ് ചെയ്യും? 8 or 8 പോലെ. 8 എബോ? 8 എബോ വേണം എനിക്ക്. 8ന്റെ പക്കത്ത് കിട്ടാം. അപ്പം നമ്മള് 8 or 8 എന്നെ പരിചയമുണ്ടോ? വീഡിയോ കണ്ടിട്ടുണ്ടോ എന്റെ? ഇല്ലല്ലേ? അർജുൻ ഞാൻ ചെറിയൊരു യൂട്യൂബറാ. ചെറിയതല്ല, അത്യാവശ്യം വലുതാട്ടോ. സാറില്ല എങ്ങോട്ട് പോകുന്നത്? അത് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആയിട്ടാ. തെന്മലയിലൊക്കെ ഫുൾ മലയാട്ടാ. അത് തന്നെ അത് ഞാനാ. ഇപ്പൊ ഒന്ന് വെയിലത്ത് നമ്മള് ഒരു മല മാറ്റി പറയണ വേണ്ട ചേട്ടാ എണ്ണാക്കിങ്ങനെ മുന്നിൽ വരാൻ മടിയുണ്ടോ? മടിയില്ല. ഭക്ഷണം കഴിച്ചാ നിങ്ങള്? ഫുഡ് കഴിച്ചാ? നീ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചില്ല. ഞങ്ങളിപ്പോ കഴിക്കാൻ എന്തോ കഴിച്ചാ? ആരുമില്ല കഴിക്കാത്ത ആരെങ്കിലും ഉണ്ട്? അവിടെ ഒരു പയ്യൻ നിൽക്കുന്നത്. അതെ നമ്മളെ വിളിക്കുന്നത്. പിന്നെ ഇപ്പൊ അതിന്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ബെറ്റാണ്. ഇതിന് ഏറ്റവും നല്ല ഔട്ട്ഫിറ്റ് ആരുടെ ആണെന്ന് അറിയാനായിട്ടുള്ള ഒരു ബെറ്റ്. ഞാൻ പറയുന്നത് എന്റെയാണ്. എനിക്കൊരു 10-ൽ 8 കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നത്. ഇവൻ പറയുന്നത് ഇവന് 10-ൽ 8 കൂടുതൽ കിട്ടുമെന്ന്. അപ്പൊ നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് 10-ൽ 8? നിങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരും ഔട്ട്ഫിറ്റും ഈ ഫുള്ള് സെറ്റപ്പും വെച്ചിട്ട് എത്ര റേറ്റ് ചെയ്യും? എത്ര റേറ്റ് ചെയ്യും? എനിക്കാ ഞാൻ കുറച്ച് വീലൊക്കെ നല്ല സുന്ദരനാ. താങ്ക്സ്. അപ്പൊ ഇവര് ഭയങ്കര ഡിസ്കഷനിലാണ്. എന്താണ് നടക്കുന്നത് നമുക്ക് അറിയത്തില്ല. 8 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുറക്കും. 8 കിട്ടിയാൽ തുറക്കത്തില്ല. 8 കിട്ടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. മനസ്സിലായോ? ഈ കാർഗോ നീല ഷൂ ഇത് അല്ലേ? 8 കിട്ടത്തില്ലേ? നീല ഷൂക്ക് 8 കിട്ടും ഉറപ്പാ. നീല ഷൂവിന് 8 കിട്ടില്ല. ഈ ഓവർ സൈസ് അല്ലേ ഇപ്പൊ ട്രെൻഡ്. നമ്മുടെ ഇത് സ്നേഹ, ഇത് ഏഞ്ചൽ. അപ്പം നമ്മൾ ആദ്യം വിളിച്ചു. ആദ്യമേ എന്നെ 10-ൽ എത്ര റേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പം 8 പറഞ്ഞു. നമുക്ക് പറ്റില്ലല്ലോ. 8 or 8 above അല്ല. 8 or അല്ല, 8 above വേണ്ടത്. അതുകൊണ്ട് പിന്നെ ഇല്ലല്ല, ജെന്യൂൻ ആയിട്ട് തന്നെ ബ്രോയിനെ റേറ്റ് ചെയ്താൽ പറഞ്ഞപ്പോൾ 9.5 പറഞ്ഞു. അതാണ് ഫാൻ പവർ. അതുകൊണ്ട് നമ്മള് നമ്മുടെ അടുത്ത ടാസ്ക് അതെ എന്നാ ഇത് തുറന്നിട്ട് ജസ്റ്റ് എന്താ എഴുതിയേക്കെന്ന് വായിക്കണം. അത് ഇവനെ ചെയ്യാൻ വേണ്ടിയാ. ഇപ്പൊ തുറന്നിട്ട് എന്താണ് അകത്ത് നോക്കാൻ കേട്ടോ. പണിയാവാതിരുന്നാ മതിയായിരുന്നു.
language and speak with a stranger for 5 minutes. അല്ല Make ഇതെന്താ up a language and speak with a stranger for പുതിയ 5 ലാംഗ്വേജ് minutes. ഉണ്ടാക്കണം അത് ഏതെങ്കിലും ലാംഗ്വേജ് സംസാരിക്കും പുതിയ ലാംഗ്വേജ് ഉണ്ടാക്കണം. ഞാൻ പറയാം പത്തിൽ 10 യെസ് അത് എവിടെ ബസ്സിൽ നിൽക്കണം കയറുകയാണ്. ഭയങ്കര തിരക്കുള്ള ബസ് സ്റ്റാൻഡ് ആയിരുന്നു കേട്ടോ. ആ തിരക്കുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് പുള്ളിനെ കണ്ടപ്പോഴത്തെ എല്ലാരും മറ്റേ കാക്കക്കൂട്ടം മാതിരി എല്ലാരും കൂടെ മറ്റേ കടന്നൽക്കൂട്ടം മാതിരി. കടന്നൽക്കൂട്ടം മാതിരി കാക്കക്കൂട്ടം. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ പെൻഡിങ് ഉണ്ട്. ഞാൻ അർജുനെ ഇപ്പൊ വിളിച്ചത് കേട്ടോ, ആ ആടിന്റെ കൂടെയുള്ള ഫോട്ടോ അയച്ചു കൊടുത്തിട്ട്. അത് കണ്ടിട്ടുണ്ട്, പക്ഷെ വിളിച്ചിട്ട് എടുത്തില്ല. രണ്ടുപേരെ ക്യാമറാമാനെ വിളിച്ച് അർജുനെയും വിളിച്ച് എടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് വിടുക. നമ്മള് തൂക്കുപാലം വെച്ച് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫുള്ള് പൊതിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിന് ഇതന്നെ എല്ലാം അനുഭവിക്കേണ്ട ഞാനാ. ഇത്ര അതെ ടൈം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാരും ഒരു വന്ന് മണിക്കൂർ സെൽഫി, ഇത് ഇവിടം വരെ എത്തുമായിരിക്കും. എല്ലാരും വന്നപ്പോ ഒരു സെൽഫി. മണിക്കൂറൊക്കെ ആ മെയിൻ സ്റ്റോപ്പ് എത്തും. ആ അവിടുന്ന് പിന്നെയും കോട്ടയത്തോട്ട് വണ്ടി കിട്ടുക. അവിടത്തേക്ക് 3 ടിക്കറ്റ്. അവിടെ എത്തുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. ആടിന്റെ കൂടെ ഒരു 3 ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? അതൊക്കെ കണ്ട് ആട് സെറ്റ്. ആടൊക്കെ ഏലിയൻ ആട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവര് ആടിനെ ഉണ്ടാക്കിയതാണോ എന്ന് തോന്നുന്നു. ഇന്റർനാഷണൽ ആടാ. ഇതൊക്കെ എങ്ങനെ തപ്പിയെന്ന് അറിയത്തില്ല. അതൊക്കെ ഉണ്ട്. നമ്മൾ ആടിനല്ല, പുലി, അണ്ണ, മരപ്പട്ടി, കഴുതേനെ വരെ എടുക്കും. അതെ, ഈ ആടിനെ തപ്പി വേറെ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതൊക്കെ ഫോളോ ചെയ്തോ? അതെല്ലാം എല്ലാം ചെയ്തു, ഒന്നും ചെയ്യില്ല. ആ മൂത്രം വെച്ചിട്ട് പോലും ഇല്ല. അവിടെ ഒരു പയ്യൻ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ഒന്ന് കാണിച്ചു. അപ്പോൾ എന്നാ ഞാൻ ഒന്ന് പോയി സംസാരിക്കാം. എന്താകും, അടി കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. ശ്രമിക്കാം. എന്താകും നമുക്ക്, എനിക്കും അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇത് തുറക്കാനുള്ള സമയമായിട്ടുണ്ട് റേറ്റിംഗിന്റെ. ഇവന് 10ൽ 10 കിട്ടി, എനിക്ക് 10ൽ 9 കിട്ടി. അപ്പൊ ഇത് തുറക്കാം. ഓക്കെ, അങ്ങനെ നല്ലതായിരിക്കണേ. ആസ്ക് എ സ്ട്രേഞ്ചർ വാട്ട് ഫുഡ് ദേ ഡോണ്ട് ലൈക്ക് ആൻഡ് യു ബൈ ആൻഡ് ഹാവ് ഇറ്റ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറിനോട് ചോദിക്കണം അവർക്ക് എന്താണ് ഫുഡ് ആയിട്ട് ഇഷ്ടമല്ലാത്തത്, എന്നിട്ട് അത് നമ്മൾ കഴിക്കണം. അവരുടെ മുന്നിൽ വെച്ച് കഴിക്കണം. ഇല്ല, ജസ്റ്റ് നമ്മൾ മേടിക്കാൻ കഴിക്കുക, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ ചോദിക്കുക, കഴിക്കുക. നമ്മൾ മേടിക്കാൻ കഴിക്കുക. അത്രേ ഉള്ളൂ. ഇതാണ് ടാസ്ക്. ഓക്കെ, പവർ ബാങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടാ ഹായ്. ചേട്ടൻ ഇപ്പൊ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഫുഡ് ആയിട്ട് ഏതാ? ഇവിടെ കിട്ടുന്നത് പറയാം. ഇവിടെ അടുത്തെവിടെയെങ്കിലും കിട്ടുന്ന രീതിയിൽ ഇഷ്ടമല്ലാത്ത, ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണ സാധനം എന്തെങ്കിലും കടിയോ അങ്ങനത്തെ എന്തെങ്കിലും എന്തും ആയിക്കോട്ടെ. സാധനങ്ങളെ ദേ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, ചേട്ടന് ബജ്ജി കടയിൽ പോയി ബജ്ജി കഴിക്കുന്നതിന് അതാണ് ബജ്ജി ചേട്ടന് ഇഷ്ടമല്ല. ചേട്ടന് ബജ്ജി ഇഷ്ടമല്ല, കൊളസ്ട്രോൾ കൂടുന്നുണ്ട്. ചേട്ടൻ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് ചേട്ടന് ബജ്ജി ഇഷ്ടമല്ല. ബിക്കോസ് അതിനകത്ത് കുറെ ഓയിൽ ഉണ്ട്. നമ്മളാണെങ്കിൽ പോലും എണ്ണ കുറച്ച് കഴിക്കണം. എങ്ങോട്ടാ പോകുന്നത്? തിരുവല്ല, വീടോ? ആലപ്പുഴ. ചുമ്മാ വന്നയാ കറങ്ങാൻ. വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ കറങ്ങാനായിട്ട്. പോയിട്ട് വരുമ്പോ ഞങ്ങളെ കൂടെ കൊണ്ടുപോവാ. ഓട്ടോ ചേട്ടനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ കൂടെ കൊണ്ടുപോകാന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ആടിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് ആടിനെ കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഒരു ബജ്ജി. ഒരു ബജിക്കട ആടിനെ കണ്ടുപിടിക്കും, ബജിയും മേടിക്കും. ഒരു ബജിക്കട കണ്ടുപിടിക്കണം. ആടിനെ കൊണ്ട് ബജിയെ തീറ്റിക്കണം, അതും ചെയ്യിപ്പിക്കും. അത് അടുത്ത ടാസ്കിൽ സംസാരിക്കാമല്ലോ. അപ്പം ഞാൻ 5 മിനിറ്റ് ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും നേരം എന്താന്ന് പോലും അറിയാതെ പ്രോ ബുദ്ധിമുട്ടി. എന്നാ ഞാൻ ആരെയും മോശമാക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഊമയെ പോലെ ഇതാക്കിയത്. ഊമയെ പോലെ ആക്കിയതാണോ എന്ന് മനസ്സിലായെന്ന് അറിയത്തില്ല. എന്നാലും എല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ചുമ്മാ വായി തോന്നി എന്തെങ്കിലും ലാംഗ്വേജ് ഉണ്ടാക്കാൻ പറഞ്ഞു. എനിക്ക് വേറെ ഒന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അങ്ങനെ നമ്മൾ ബജിക്കടയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടനാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ചേട്ടാ അപ്പം താങ്ക്സ്. ചേട്ടൻ കഴിച്ചാ? ഭക്ഷണം വല്ലതും കഴിച്ചാ? ഞങ്ങൾ ഇതുവരെ ഇതൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള ആരെങ്കിലും നോക്കിയിരിക്കുന്നത്. കഴിക്കുന്നത് ഞങ്ങളോടാ ടൈമിൽ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ബജി കഴിക്കുന്നു, വിശന്നിരിക്കുന്ന ചേട്ടൻ ലിഫ്റ്റ് ആണോ? ചേട്ടൻ എങ്ങോട്ടാ? അങ്ങോട്ടാണോ? കെട്ട് വരെ ഒന്ന് ഇറക്കാവോ?
ഓക്കെ ആ ജംഗ്ഷൻ വരെ ഒന്ന് ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുക. നമുക്ക് അടുത്ത മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് കിട്ടിയിരിക്കുന്നു. പോയിട്ട് വരാം കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് ടാസ്ക് കംപ്ലീഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് 3 ടാസ്ക് മോഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഫുഡ് മേടിച്ചു കൊടുക്കുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്തു, ഇഷ്ടമല്ലാത്ത ഫുഡ് അത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു. ബജിക്കട ആ ചേട്ടന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഫുഡ് ഇവിടെ വെച്ച് നമ്മൾ കഴിക്കും. വിശന്നിരിക്കുന്ന ഒരു ചേട്ടന് ഫുഡ് മേടിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അടുത്ത മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, 4ാമത്തെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അത് നമ്മൾ കംപ്ലീറ്റ് എല്ലാം നമ്മൾ ചെയ്തിരിക്കും. ഒറ്റ മോഡും ഒറ്റ ടാസ്കും. അത് ടാസ്ക് ഇപ്പൊ കംപ്ലീറ്റ് ആണ്, കണ്ടു. ചേട്ടാ പറഞ്ഞു, ചേട്ടന് ഇഷ്ടമുള്ള എന്നാന്ന് പറഞ്ഞു. ഉഴുന്നുട. ഓക്കെ, എത്ര എണ്ണം? ഒരു ഉഴുന്നുട. നമുക്ക് മുട്ട ബജി കഴിച്ചാലോ? പ്രോട്ടീൻ കഴിക്കാൻ പിന്നെ ആദ്യം ചേട്ടൻ കഴിക്കാം, നമുക്ക് കഴിക്കാം. അത്രേ ഉള്ളൂ. ഒരെണ്ണം മതിയാ? ചേട്ടൻ ഉഴുന്നോടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചേട്ടന് ഫുഡ് കൊടുക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ഇനി ഉള്ളത് ഒരെണ്ണം കൂടി, വൺ മോഡ് ഓഫ് ഐറ്റം കഴിക്കാൻ. അതുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്നില്ല. ചേട്ടന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ചേട്ടന് ഒരു പടം മതിയാ? ചേട്ടന് ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കഴിക്കാൻ മുട്ട ബജി കഴിക്കാൻ പോകണം. ഓക്കെ. അപ്പൊ അങ്ങനെ ഫൈനലി നമുക്ക് ഈ കടയിൽ നിന്ന് തന്നെ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്, ഒരു പെട്ടി വണ്ടി. അതാണ് നമ്മുടെ ലാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഒരു തോക്കുവാലോ ഇല്ലേ ഇവിടെ പേര്? അവിടെ പോയതാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അത് 5 എണ്ണം ആയിട്ടാണ് നമുക്ക്. ഒന്ന് ബസ്, പിന്നെ അത് കഴിഞ്ഞ് ഓട്ടോ, കാറ്, പിന്നെ ഒരു സ്കൂട്ടി, പിന്നെ ഇപ്പോൾ ഒരു പെട്ടി വണ്ടി. അങ്ങനെ 5 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തീർന്നു. പിന്നെ ഒരാൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കണം, നമ്മൾ വിശന്നിരിക്കുന്ന ആൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കണം. നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടന് ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് തുറക്കുക എന്നുള്ളതാണ്. ഇത് തുറക്കാനായിട്ട് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണം. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തെ പിന്നെയാണ് നമുക്ക് നോക്കാൻ വേണ്ടത്. കളക്ട് 1 rupee coin from 10 people. കളക്ട് 1 rupee coin from 10 people. 10 പേരെ ₹1 കോയിൻ മേടിക്കണം. നല്ല അടിപൊളി പണിയാണ് ലാസ്റ്റ് സ്റ്റേജിൽ. പക്ഷേ നമ്മൾ ചെയ്യും. ആടിനെ കണ്ടുപിടിച്ച് സെൽഫി എടുത്താൽ പിന്നെയാണ് ഇതിപ്പോ നമ്മൾ ഇവിടെ എല്ലാവർക്കും കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. 10 രൂപയുടെ 10 കോയിൻ 1 രൂപയുടെ നമ്മൾ മേടിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ കടയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ 1 രൂപയുടെ ഒരു കോയിൻ ഉണ്ട്? ഫസ്റ്റ് കോയിൻ ചേട്ടൻ ചോദിച്ചോണ്ടേ നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോയിൻ 1 രൂപയുടെ. 1 രൂപയുടെ കണ്ടല്ലേ? 1 രൂപയുടെ കോയിൻ വീണ്ടും. അടുത്ത 1 രൂപയുടെ കോയിൻ. ഒരാളെ കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉപകാരം കിട്ടുന്ന നോക്കി. ഇവിടെ നല്ല അടിപൊളി, നല്ല നാടും അടിപൊളി സ്ഥലവും അല്ലേ? ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇത്ര നല്ല ഉപകാരമാണ്. സത്യം എല്ലാം ചെയ്തു. മൂന്നാമത്തെ 1 രൂപ കോയിൻ കിട്ടിയിരിക്കുന്നു. കിട്ടി. അടുത്ത 1 രൂപ കിട്ടിയിട്ടുണ്ട്. ലോട്ടറി ചേട്ടൻ തന്നെ വീണ്ടും 1 രൂപയുടെ കോയിൻ കിട്ടിയിട്ടുണ്ട്. 1 രൂപ തന്നെയാണെന്ന് കാണിച്ചു. 1 രൂപ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് എത്ര ആൾക്കാരാണ്. നേരത്തെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബ്രോ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രോഡായി നമുക്ക് 1 രൂപയുടെ കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോയിൻ ആണ്, 10ാമത്തെ കോയിൻ. ഓക്കെ, ഇത് ഒന്നാണ്. എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനോട് പോവാണ്, തൂക്കുപാലം. അങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മളെ എല്ലാ ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഫൈനൽ ഡെസ്റ്റിനേഷൻ. യെസ്, അങ്ങനെ നമ്മുടെ എല്ലാ കാര്യത്തിനും സഹായിച്ചിരിക്കുന്നത് നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടനാണ്. ആ ചേട്ടൻ എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടായിരുന്നു. നമ്മളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് എല്ലാം ഈ ചേട്ടനെ കണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ലൈക്ക് എന്തായാലും. അപ്പോൾ അങ്ങനെ എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ കണ്ട കറക്റ്റ് ഇതേ തെറ്റായിട്ടുള്ള തൂക്കുപാലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒറിജിനൽ ലൊക്കേഷൻ ആയിട്ട്. ബോയ്സ്, അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോവായിരുന്നു കോട്ടയം വരെ. പക്ഷേ അത് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ കൂടുതലാവും. അതുകൊണ്ട് 1 മണിക്കൂർ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് റൂൾ അനുസരിച്ച്. നമ്മൾ ഫെയർ ആയിട്ട് വിളിച്ചു, റൂൾ അനുസരിച്ച്. അപ്പോൾ ഇത് നമുക്കുള്ളത് 3 ടാസ്ക് ബാക്കിയുണ്ട് കേട്ടോ. 7 ടാസ്കിൽ നിന്ന് 5 ടാസ്ക് ചെയ്താൽ മതിയായിരുന്നു. 4 ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഫുഡൊന്നും കഴിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ ഈറ്റ് 1 ഹോൾ ചിക്കൻ, ഒരാൾ ഫുൾ ചിക്കൻ കഴിക്കണം. അങ്ങനെ നമ്മൾ തെറ്റായ തൂക്കുപാലത്ത് എത്തിയിരിക്കുന്നു. കറക്റ്റായിട്ട് തെറ്റായ തൂക്കുപാലത്ത് തന്നെ കറക്റ്റായിട്ട് നമുക്കിത് കറക്റ്റ് അല്ലാതാണ് ഇത്ര നേരം. നമുക്കിത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ആ തൂക്കുപാലം ഈ തൂക്കുപാലം എല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലായി? നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു. ആ ചേട്ടനാണ് പറഞ്ഞത് 2 തൂക്കുപാലം ഉണ്ട് മോനെ. ഒന്ന് ഇവിടെ, പിന്നെ ഒരെണ്ണം ഏറ്റുമാനൂര്. അവിടുത്തെ ലൊക്കേഷനിലാണ് നമ്മൾ പോകേണ്ടത്. പക്ഷെ നമ്മൾ നമ്മുടെ കുറച്ച് അശ്രദ്ധ കാരണം നമ്മൾ തെറ്റായ ഫോൺ എടുത്ത് നോക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് പിന്നെ നോക്കാൻ. ടാസ്ക് എല്ലാം നല്ല വെടിപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നല്ലപോലെ ക്ഷീണിച്ചു പറഞ്ഞ. പക്ഷെ ലാസ്റ്റ് ടാസ്ക് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇനി ഒരു 2 മണിക്കൂർ ഡിസ്റ്റൻസ് കൂടെ ഉണ്ട്. അത് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റിയാൽ ഓക്കെയാണ്. ഓക്കെ, ഈ ഓട്ടോ ചേട്ടനോട് ഓട്ടം വരുമെന്ന് ചോദിച്ചാൽ അത് എങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ പറ്റുമെന്ന് അറിയാതെ ആദ്യം പോലെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നിട്ട് നമ്മുടെ വിധി ആരുടെ പ്രാക്കുണ്ട്. എനിക്ക് തോന്നുന്നത് അവനെ മഞ്ഞക്കിളിയുടെ കാര്യത്തിൽ അവൻ പ്രാഗി കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രാക്ക്. സാധാരണ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ഇതല്ല തൂക്കുപാലം, അവിടെയാണ്. ഇനി ഒരു 2 മണിക്കൂർ എന്ത് ചെയ്യാനാണ്. ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 4500 രൂപയാണ് ഇവിടുന്ന് അവിടം വരെ. ഈ നോക്കിക്കേ, നമ്മുടെ ബഡ്ജറ്റ് വയ്യ, എനിക്ക് വയ്യ. ഒരു ഓട്ടോ എങ്കിലും കിട്ടിയാൽ ഒരു ഓട്ടോ വരുന്നുണ്ട്. നമുക്ക് ആ ഓട്ടോക്കാരനോട് ചോദിച്ചു നോക്കാം. പൈസ നമ്മൾ വലുതായിട്ട് ചിലവാക്കാതെ 200-300 കണ്ടുകളോ. പിന്നെ നമുക്ക് കയറി പോവാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുഴിമന്തി കിട്ടുന്ന ഒരു ഹോൾ ചിക്കൻ. ചേട്ടാ ഒന്ന് ഞങ്ങൾ ജംഗ്ഷൻ വരെ ഇറക്കുക.
ഒരു അർജന്റ് ആയിരുന്നു ഞങ്ങൾക്ക് 2 മണിക്കൂറിൽ ഒരു സ്ഥലം അവിടെ കുറച്ച് പേര് കാണും. ഒരു ഇവിടുന്ന് എത്ര മിനിറ്റ്? ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നാ ഒന്ന് വിളിച്ചു വിടുവാ. അവന്മാരെത്തിയോന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ നല്ല പേടിയില്ല. ഉറപ്പില്ല, തോന്നുന്നില്ല. കാരണം എല്ലാം കഴിഞ്ഞെന്നാണ് നമുക്ക് ടാസ്ക് നമുക്ക് പറഞ്ഞത്. എത്താൻ ചാൻസ് ഉണ്ട്, എത്താറാവാനും ചാൻസ് ഉണ്ട്. നമുക്ക് പറ്റുന്നത്ര വേഗം കഴിച്ചു തീർക്കാം. അത് എടുത്ത് പറയേണ്ട കാര്യമില്ല. തെറ്റായ തൂക്കുപാലത്തിൽ നിന്ന് ശരിയായ തൂക്കുപാലത്തോട് പൊക്കോണ്ടിരിക്കുക. അപ്പൊ അവിടോട്ടുള്ള ദൂരം 2 മണിക്കൂറാണ്. ഓട്ടോ പിടിച്ച് ഞങ്ങളിപ്പോ ജംഗ്ഷൻ വരെ എത്തിയതേ ഉള്ളൂ. ഇനി 2 മണിക്കൂർ കിടപ്പുണ്ട്. അപ്പം ഒരു ഓട്ടോക്കാരൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ബസ്സിന് പോയി കഴിഞ്ഞാൽ 3 മണിക്കൂർ എടുക്കും. 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് അവർ വീട്ടിൽ പോകും. അപ്പം എന്ത് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ സർ. ഒരു ഫുൾ ചിക്കൻ എന്ന് പറഞ്ഞപ്പം 4 പ്ലേറ്റ് തന്നിരിക്കുന്നു. ഞാൻ റൊട്ടിന്ന് കഴിക്കുന്നില്ല കേട്ടോ, ചിക്കൻ മാത്രം, എക്സ്ട്രാ ഒന്നും പറയുന്നത്. 2 ചെസ്റ്റ് പീസും 2 ലെഗ് പീസും. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, മഞ്ഞ കളർ കിളി. നമ്മൾ എന്ത് ചെയ്യാനാ വന്നത്? അബാൻഡൻ ഇൻ കേരള. അപ്പൊ നമ്മുടെ അവസ്ഥ നോക്കിയേ, ശരിക്കും അബാൻഡൻ ആയി. കറക്റ്റ് അബാൻഡൻ ഇൻ കേരള. നമ്മൾ ടാസ്കിന്റെ പേര് കറക്റ്റ് ആയിട്ട് പാലിച്ചു. എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇനി എന്ത് നാട്ടിൽ ചെല്ലുമോ വീട്ടിൽ ചെല്ലുമോ ഒരു പിടുത്തമില്ല. നമ്മൾ ടാസ്ക് എല്ലാം ചെയ്തു. അത്രേ ഉള്ളൂ. ടാസ്ക് ചാലഞ്ചിന്റെ പേര് കറക്റ്റ് ആയിട്ട് പാലിച്ചു. അബാൻഡൻ ഇൻ കേരള. അപ്പൊ എന്തുകൊണ്ടും പ്രൈസ് കിട്ടണം ഞങ്ങൾക്ക്. എന്ന് കിട്ടുമെന്ന് അറിയത്തില്ല, പ്രൈസ് വീട്ടിൽ എന്നെത്തുമെന്ന് അറിയത്തില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യണ്ട ഞങ്ങളെ കേട്ടോ. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ഇവിടുന്ന് ആദ്യം ബസ് പിടി. ഇവിടുന്ന് എന്ത് ബസ് പിടിച്ച് കയറാ പോലെ. രണ്ടാമത്തത് വലിയ പീസ് നിന്ന് കഴിഞ്ഞാൽ ലീവ്സ് വല്ലതൊന്നും ഇല്ലായിരുന്നു കഴിക്കാൻ. ഒന്നും ഇല്ലായിരുന്നല്ലേ? കുഞ്ഞിക്കോഴി കിട്ടിയത്. മൂന്നാമത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നില്ലേ? എനിക്ക് തോന്നുന്നത് അതേ സാധനമായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ നോക്കുക, എല്ലല്ലാതെ മാംസമെല്ലാം ഉണ്ടാവും. പക്ഷെ മൊത്തം എല്ലേ തന്നെ, മാംസമൊന്നുമില്ല. ഇത് ലാസ്റ്റ് പീസാ. സത്യം പറഞ്ഞാൽ ഗ്യാസ് കയറുകൊണ്ട് എനിക്ക് കഴിക്കാൻ അത്രയ്ക്ക് സുഖമില്ല. വല്ല ഇത് ഉച്ചയ്ക്ക് മേടിച്ച് കഴിച്ചാൽ വെറുതെ കഴിച്ചിരുന്നത്. ഇതൊന്നുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് ചങ്ങനാശ്ശേരിക്കുള്ള ബസ്സിനിട്ട് കയറിയിരിക്കുകയാണ്. ഇനി എപ്പോൾ ചങ്ങനാശ്ശേരിയിൽ എത്തുമെന്ന് അറിയത്തില്ല. ഇതാണ് ലാസ്റ്റ് ബസ്. നമ്മളെ കൂടെയുള്ള പയ്യനാണെങ്കിൽ അവൻ തളർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. എങ്ങനെ വീട്ടിലെത്തുന്ന പോലും ഒരു പിടുത്തമില്ല. ഞാൻ എത്ര പറ്റുന്ന അത്ര ഫാസ്റ്റ് നമ്മൾ പൊക്കോണ്ടിരിക്കാൻ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മലയിൽ നിന്ന് കയറിയത് കുറച്ച് സമയമായിപ്പോയി. ഞങ്ങളുടെ ഒടുക്കത്തെ റിമോട്ടായിരുന്നു. അതല്ല ആ ടൈമാ. ഇത് തുറക്ക് എൻവലപ്പ്. ഇത് ചിക്കൻ്റെ ഇതാണ്. നമ്മൾ തുറക്കട്ടെ എന്തുണ്ടെന്ന്. ടേക്ക് ബൈറ്റ് ഓഫ് ബിറ്റർ ഗാർഡ് വിത്തൗട്ട് എക്സ്പ്രഷൻ. നടക്കും ചെയ്തോ. സൈക്കിൾ ഓട്ടാൻ പറ്റത്തില്ലേ ചേട്ടാ? പോയി അതെന്താ പറ്റിയെന്നറിയാം? പുള്ളി പേടിച്ചു പോയി. ഞാനും ചോദിക്കാൻ വേണ്ടി തന്നെ കൈ കാണിച്ചേ. ആ പോയ സൈക്കിളുകാരൻ പുള്ളിയെ ഇടിക്കാൻ വന്ന്. ഇത് പച്ചക്കറി കടയല്ല, ഫ്രൂട്ട് ഷോപ്പാടാ. ചേച്ചിയുടെ പച്ചക്കറി കട എവിടെ അടുത്ത്? ഇല്ലല്ലേ? എവിടെയാ കട അടുത്ത്? കുറച്ചുകൂടി പോണോ അവിടെ? സൈക്കിൾ ചേട്ടൻ തരുക. സൈക്കിൾ കിട്ടി. നീവൻ കൊണ്ടുവന്നിട്ട് എനിക്ക് കൂടി ഓടിക്കണം. തിരിച്ചെത്തി. സൈക്കിളിൽ ബ്രേക്ക് ഇല്ല, അങ്ങനത്തെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നോക്കി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സൈക്കിൾ. ഈ സൈക്കിള് ഉദ്ദേശിക്കുന്നതല്ല കേട്ടാ. ഇത് ലെഫ്റ്റ് ഓട്ടി റൈറ്റ് പോകുന്ന സൈക്കിളാണ്. സൈക്കിൾ തീർന്നു. ഇനി ഒരു വണ്ടി കൂടി ബാക്കിയുള്ള 4 എണ്ണം നമ്മൾ ഉപയോഗിച്ച്, 4 ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗിച്ച്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉള്ളു. നമുക്ക് ബൈക്കോ കാറോ എന്താ സൈക്കിള്. താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. ഇത് ലിഫ്റ്റ് തരാം. എനിക്ക് ജസ്റ്റ് അല്ല, കാറിന്റെ ഇടം വരെ കൊണ്ടുപോയാൽ മതി. ഇവിടം വരെ കാറിന്റെ ഇടം കൊണ്ടുപോയാൽ മതി. നമ്മുടെ സ്കൂട്ടിയും ട്രാവൽ ആയിട്ടുണ്ട്. ഇനി 5th ഐറ്റം ആണ്. അപ്പൊ അവനും കൂടി ചെയ്താൽ മതി. ജിമ്മിൽ പറയുകയാണ്. ബൾക്കൊന്നും ചെയ്യുന്നില്ലേ? എന്താ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കുറച്ചുകൂടി വേണ്ട ഇന്നത്തെ ഫിസിക്ക്. അവന് നീ ഇത് നോക്കി ബൾക്കടി. വന്നു അവിടെ പച്ചക്കറി കട ഉണ്ടാ. നാടൻ മാവക്കല്ലേ? നല്ല കൈപ്പാണ്. ഒരു ബൈറ്റ് എക്സ്പ്രഷൻ ഇടരുത്. ഒന്നൊക്കെ എക്സ്പ്രഷൻ ഇല്ലടാ. അയാൾ പലവട്ടം പറഞ്ഞു നാടനാണ്, അത്ര കയ്പില്ലെന്ന്. കയ്പില്ല. ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വലിയ കയ്പില്ല കേട്ടാ. ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഏത് ലൊക്കേഷൻ ഉദ്ദേശിച്ചിരുന്ന ആ പാലത്തേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ഇനി ഓട്ടോ പോലും കിട്ടത്തില്ല വശത്തോട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വേറെ ഒരു പുതിയ ലൊക്കേഷൻ 2 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഓൾറെഡി ഒരുത്തും വെയിറ്റിംഗ് ആണ്. നമുക്ക് അവിടെ പെട്ടെന്ന് എത്തിയാൽ മതി. നമ്മൾ 40 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ബസ് കിട്ടിയത്.
നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. നമുക്ക് നടക്കാമെന്ന് തോന്നുള്ളൂ. അതാണെന്ന് തോന്നുന്നു. എനിക്ക് ലൊക്കേഷൻ കണ്ടാണ് ഈ മനസ്സിലായത്. ആരെത്തിയില്ലല്ലേ? ആരെത്തിയില്ല. ഓ എനിക്ക് വയ്യ. ആരെ വിളിച്ചില്ലേ ഇപ്പൊ? അപ്പൊ ഞാൻ വിളിച്ചു നോക്കാം എവിടെ എത്തിയെന്ന്. എടാ ഞങ്ങള് ഇപ്പൊ ചങ്ങനാശ്ശേരിക്കുള്ള ലാസ്റ്റ് വണ്ടിക്കകത്ത് കയറി വന്നോണ്ടിരിക്കേ. ഞങ്ങൾ ആദ്യം അവിടെ എത്തും. നിങ്ങൾ ആദ്യം എത്തുവോ? 1 മണിക്കൂർ മുമ്പേ എത്തുവോ? അയ്യോ അങ്ങനെ എത്തല്ലേ, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 മണിക്കൂർ ലാഗ് ആവും. അപ്പൊ ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും എത്തണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ അണഞ്ഞ്, അവന് വയ്യ, അവനെ പൊക്കിക്കൊണ്ടാ വരുന്നത്. അവനെ അപ്പുറത്തോട്ടൊന്ന് വേണം കാണിച്ചു തരാം, നോക്കിക്കോ. അവനാണെങ്കിൽ ആകപ്പാട് ക്ഷീണിച്ച് അവശരായി പോയി. നിങ്ങളെവിടെ കൊണ്ട് കൊക്കിക്കളഞ്ഞ അവനെ? കിടപ്പിലാക്കിയ ഇതെന്ത് പരിപാടിയാ? നിങ്ങൾ എല്ലാം ചെയ്യുന്നല്ലേ എന്റെയൊക്കെ പറഞ്ഞ? അതെന്താ പിന്നെ എത്താൻ പറ്റാ? പിന്നെ മണിക്കൂറായെങ്കിൽ ഞങ്ങൾ ടാസ്ക് കഴിഞ്ഞ് തൂക്കുപാലത്തിൽ ഒരു 4 മണിക്കൂർ മുമ്പ് എത്തിയായിരുന്നു. തൂക്കുപാലത്തിൽ കിണ്ടി നിങ്ങൾ തൂക്കുപാലത്തിൽ ഇവിടെ ഒന്നും എത്തിയില്ല ഞാൻ കേട്ടത്. ലൊക്കേഷൻ മാറി രാത്രി ആയപ്പോ. തൂക്കുപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. പേരൂർ തൂക്കുപാലം എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയ പേരൂരാണ്. അതുകൊണ്ട് നിങ്ങൾ മാത്രം വേറെ ഇടുക്കി തൂക്കുപാലത്തിലോട്ട് പോയി. ഇത് 2 തൂക്കുപാലം ഉണ്ടെന്ന് ആർക്കറിയാം? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു തൂക്കുപാലം കാണുന്നത് അവിടെ വെച്ചാണ്. അതാണ് തൂക്കുപാലം. അപ്പൊ എന്തായാലും ഇനി ഇവർ എത്തത്തില്ല. നമ്മൾ ജയിച്ചിരിക്കുകയാണ്. കക്ഷിക്ക് 10,000 രൂപ. പിന്നെയും പറയുന്നത് ഇതെന്റെ ഫസ്റ്റ് സീരീസ് ഓഫ് അബാൻഡൻഡ് ആണ്. ഇത് കേരള കഴിഞ്ഞ് ഇനി ഓരോരോ സ്റ്റേറ്റ് ചെയ്യുന്നതാണ്. Boys, $10,000. Let's freaking go! Thank you. So I hope you guys have a wonderful day and a wonderful episode. I'll see you guys next time. Till then, take care. Peace.